السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാന്യരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, നല്ലവരായ സുഹൃത്തുക്കളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കരുണാ കടാക്ഷങ്ങൾ, അനുഗ്രഹാശിസ്സുകൾ നമ്മിൽ ഓരോരുത്തരിലും വർഷിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാം ആശയ സംവാദത്തിൻ്റെ സൗഹൃദ നാളുകൾ എന്ന തലക്കെട്ടിൽ ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു മാസക്കാലഘട്ടം നീണ്ടുനിന്ന ബോധവൽക്കരണ പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഒരുപക്ഷേ ക്യാമ്പയിൻ കാലയളവ് കഴിഞ്ഞിട്ടും ഇന്നും ഈ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ക്യാമ്പയിൻ അങ്ങനെ ഏതെങ്കിലും ഒരു സമയബന്ധിതമായ കാലഘട്ടത്തിൽ പറയേണ്ട വിഷയം മാത്രമല്ല. ഇസ്ലാം എന്ന ആദർശം, മുസ്ലിം സമൂഹം ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രാദേശിക സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങൾ മുതൽ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട, ദേശവുമായി ബന്ധപ്പെട്ട, അധികാര ഭരണ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുതൽ ഒരുപക്ഷെ ആഗോള രാഷ്ട്രീയത്തിൽ, അന്താരാഷ്ട്ര രാഷ്ട്രീയ തലത്തിൽ സാമ്രാജ്യത്വ സിയോണിസവുമായി ബന്ധപ്പെട്ട ആഗോള ദേശീയ രാഷ്ട്രീയങ്ങളിലെല്ലാം തന്നെ ഇസ്ലാം എന്ന് പറയുന്ന ദർശനം, മുസ്ലിങ്ങൾ എന്ന കമ്മ്യൂണിറ്റി ഇന്ന് വലിയ അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തെ സമൂഹത്തിൽ അതുകൊണ്ട് തന്നെ ഒരു തുറന്ന ചർച്ചയ്ക്ക്, സംവാദത്തിന്റെയും സൗഹൃദത്തിന്റെയും ഭാഷയിൽ ഇസ്ലാം എന്ന ദർശനത്തെ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. വിശുദ്ധ ഖുർആനെ നിങ്ങൾ പഠിക്കുക. മുഹമ്മദ് നബിയുടെ ജീവിതത്തെ നിങ്ങൾ അറിയുക. അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. ഇത്തരമൊരു തുറന്ന ചർച്ചയ്ക്ക് നിമിത്തമാകാനുള്ള കാരണം, നേരത്തെ ഇവിടെ സ്വാഗത പ്രഭാഷകൻ പറഞ്ഞൊരു പ്രയോഗമുണ്ട്, പോസ്റ്റ് ട്രൂത്ത് കാലഘട്ടമെന്ന്. സത്യാനന്തര കാലഘട്ടം എന്ന് പറഞ്ഞാൽ അസത്യങ്ങൾ പറയുക, നുണകൾ പറയുക, വ്യാജങ്ങൾ പ്രചരിപ്പിക്കുക, കളവുകൾ പറയുക, ഇങ്ങനെ സത്യത്തെ അസത്യമാക്കി, അനീതിയെ നീതിയാക്കി, അധർമ്മത്തെ ധർമ്മമാക്കി, ധർമ്മത്തെ അധർമ്മമാക്കി, നീതി പറയുന്നവരെ അനീതി ചെയ്യുന്നവരാക്കി, സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരെ ലോകത്ത് ക്രൂരതയുടെയും ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും ഒക്കെ തലവാചകങ്ങൾ നൽകി, മാസ്ക് നൽകി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് പുതിയ ലോകക്രമം എന്ന് പറയുന്നത്. ആ ലോകക്രമത്തിൽ ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ലോകത്തെ കലാപങ്ങൾ ഉണ്ടാക്കുന്നത്, മനുഷ്യരെ ഹത്യ ചെയ്യുന്നത്, ലോകത്തിന്റെ സമാധാനവും സൗഹൃദവും ഒക്കെ നശിപ്പിക്കുന്നത് മുസ്ലിങ്ങളാണ്, മുസ്ലിം രാജ്യങ്ങളാണ്, ഇസ്ലാമിക ലോകമാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ്. ആരാണ് ഈ പ്രചരണം നടത്തുന്നത്? ആരാണ് ഈ പ്രോപ്പഗണ്ട വാറിന് നേതൃത്വം കൊടുക്കുന്നത്? അമേരിക്ക, സാമ്രാജ്യത്വ ശക്തികൾ, കോർപ്പറേറ്റ് കമ്പനികൾ, ഇസ്രയേൽ, സിയോണിസം, നമ്മുടെ നാട്ടിലെ സംഘപരിവാർ, RSS. ഞാൻ പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ കേരളീയ അന്തരീക്ഷത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വരെ, ഒരുപക്ഷെ അതിന് ഏറ്റവും പുതിയ നമ്മുടെ കേരളീയ അന്തരീക്ഷത്തിൽ വളരെ സങ്കടത്തോടു കൂടി പറയുന്നു, കേരളത്തെ ക്രൈസ്തവ സമൂഹം പോലും, കത്തോലിക്ക സഭ പോലും അവരുടെ ചില ക്രിസംഗി എന്ന് വിളിക്കുന്ന സംഘപരിവാറിന്റെ സോഫ്റ്റ്വെയർ സ്വീകരിക്കുകയും ക്രൈസ്തവതയുടെ ഹാർഡ്വെയർ സ്വീകരിക്കുകയും സ്വന്തം അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം സ്ഥാപനങ്ങൾ നിലനിൽക്കുവാൻ വേണ്ടി സംഘപരിവാറിന്റെ കൂടെ ചേർന്നുകൊണ്ട് മുസ്ലിങ്ങളെ ഭീകരവൽക്കരിക്കുകയും തീവ്രവാദവൽക്കരിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിൽ
നേരത്തെ പറഞ്ഞ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ, ജോർജ് ബൈഡന്റെ, അമേരിക്ക മുതൽ, ഇസ്രയേൽ മുതൽ, സംഘപരിവാർ മുതൽ, നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട ചില പാതിരിമാർ വരെ, ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വരെ എല്ലാവരും കൂടി ചേരുന്ന ഒരു സംയുക്ത മുന്നണി ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും, കേരളത്തിന്റെ മതേതര സാമൂഹിക അന്തരീക്ഷത്തിൽ പോലും, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മുടെ പുതിയ തലമുറ ജീവിക്കുന്നത്, നമ്മൾ പണ്ടൊക്കെ കരയിൽ ജീവിക്കുന്ന ജീവികൾ, കടലിൽ ജീവിക്കുന്ന ജീവികൾ എന്നൊക്കെ അവിടെ കടങ്കഥ ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ തലമുറ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലോ ഗ്രാമങ്ങളിലോ ക്ലബ്ബുകളിലോ ഏതെങ്കിലും അങ്ങാടികളിലോ അതിന്റെ ഏതെങ്കിലും ഗ്രൗണ്ടുകളിലോ അല്ല, മറിച്ച് അവരുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകളിലാണ്. അതിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ്. ആ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മുടെ തലമുറ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലാണ് അവരുടെ യഥാർത്ഥത്തിൽ ഇന്നത്തെ സിറ്റിസൺഷിപ്പ്, അവരുടെ പൗരത്വം എന്ന് പറയുന്നത് ഫേസ്ബുക്കിലാണ്. അവരവരുടെ ഫോട്ടോസുകളും ചിത്രങ്ങളും എല്ലാം ഇൻസ്റ്റഗ്രാമിലൂടെ അവർ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ക്ലബ് ഹൗസുകൾ എന്ന പേരിലൊക്കെ പുതിയ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. ആ ക്ലബ് ഹൗസിൽ നട്ടപ്പാതിര 2 മണിക്കും 3 മണിക്കും നിങ്ങൾ ചെന്ന് നോക്കിയാൽ അവിടെ എഴുത്തിക്കാഫിരിക്കുന്ന, അവിടെ ചടഞ്ഞിരിക്കുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത വിഭാഗക്കാരായ ആളുകൾ, നേരത്തെ പറഞ്ഞ അയർലൻഡിൽ ഇരുന്നു കൊണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കേരളീയരായ കുറെ പാതിരിമാര് മുതൽ നമ്മുടെയൊക്കെ നാട്ടിൽ യുക്തിവാദ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ, ഒരു കാലഘട്ടത്തിൽ യുക്തിവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു, നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. NC കോവൂരിന്റെ, ജോസഫ് എടമറകിന്റെ, ഒരുപക്ഷെ പവനൻ മാഷുടെ, നമ്മുടെ ഏറ്റവും അവസാന കലാനാഥൻ മാഷ് വരെ നേതൃത്വം നൽകിയ കേരള യുക്തിവാദ സംഘ പ്രസ്ഥാനങ്ങൾ, അവരോട് ജമാഅത്തെ ഇസ്ലാമിക്ക് യഥാർത്ഥത്തിൽ ആദരവാണുള്ളത്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരിൽ ഒരുപാട് ആളുകൾ പഴയകാല യുക്തിവാദികളായിരുന്നു, പഴയകാല കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. അങ്ങനെയുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അവർ മതങ്ങളുടെ പേരിൽ നടക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങളെ എതിർക്കുക എന്നതായിരുന്നു യുക്തിവാദ സംഘത്തിന്റെയും നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്കും പഴയകാല അജണ്ടകൾ. ആ അജണ്ടകളിൽ ഹിന്ദുമതത്തെ വിമർശിച്ചിരുന്നു, ക്രിസ്തുമതത്തെ വിമർശിച്ചിരുന്നു, ഇസ്ലാമിനെ വിമർശിച്ചിരുന്നു. ആ വിമർശനങ്ങളിൽ ഏറ്റവും കുറവ് വിമർശനം ഇസ്ലാമിനോടായിരുന്നു. ഹിന്ദുമതത്തെയാണ് ഏറ്റവും ശക്തമായി വിമർശിച്ചിരുന്നത്. ജാതീയതയുടെയും തൊട്ടുകൂടായ്മയുടെയും തീണ്ടലിന്റെയും ഐത്തത്തിന്റെയും ഒക്കെ അധ്യാപനം ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുമത നിയമങ്ങളെയായിരുന്നു പഴയകാല യുക്തിവാദി നിരീശ്വരവാദി വിഭാഗങ്ങൾ ഏറ്റവും വിമർശിച്ചിരുന്നത്. ക്രൈസ്തവ സമൂഹത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടും മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന കത്തോലിക്ക സഭയുടെ അടിച്ചമർത്തൽ, തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന സ്വഭാവത്തിൽ അന്നത്തെ ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യകളെയും കോപ്പർനിക്കസിനെയും ഗലീലിയോവിനെയും അതുപോലെ തന്നെയുള്ള പഴയകാല സയന്റിസ്റ്റുകളെ വേട്ടയാടി എന്നതുകൊണ്ട് ക്രൈസ്തവ കത്തോലിക്ക സഭയെയും യൂറോപ്യൻ രാജ്യങ്ങൾ നിലനിന്നിരുന്ന തിയോക്രാറ്റിക് സ്റ്റേറ്റുകളെയും ഒക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ നിരീശ്വരവാദികളും നിർമ്മതവാദികളൊക്കെ വിമർശിച്ചിരുന്നത്. അന്ന് ഇസ്ലാമുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ, പരസ്യമായ ഒരുപാട് സംവാദങ്ങൾ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ളവർ അന്നത്തെ നിരീശ്വരവാദികളുമായിട്ട് നടത്തിയിട്ടുമുണ്ട്. പക്ഷേ പുതിയകാല യുക്തിവാദികൾ എന്ന് പറയുന്നത്, ന്യൂ എത്തിസ്റ്റുകൾ എന്ന് പറയുന്നത്, നവനാസ്തികർ എന്ന് പറയുന്നത് പഴയ യുക്തിവാദികളല്ല. അവർ ഇന്ന് അവരുടെ വിമർശനങ്ങളുടെ കൂരമ്പുകൾ പൂർണ്ണമായും തിരിച്ചു വെച്ചിട്ടുള്ളത് ഇസ്ലാമിനെതിരിലാണ്. അവർ മുസ്ലിങ്ങൾ ഇസ്ലാമിനെതിരെ വിമർശിക്കുന്നത് മാത്രമല്ല, ഇസ്ലാമിനെ പൈശാചികവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാമാണ് ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, രാജ്യത്തെ പ്രശ്നമുണ്ടാക്കുന്നത് സംഘപരിവാറല്ല, RSS അല്ല, മറിച്ച് മുസ്ലിങ്ങളാണ് എന്നിടത്താണ് നവനാസ്തികർ, നവയുക്തിവാദികൾ എത്തിച്ചേർന്നിട്ടുള്ളത്. വലിയ അർത്ഥത്തിൽ സാമ്രാജ്യത്വത്തെ പിന്തുണയ്ക്കുന്ന ഇസ്രയേൽ ഫലസ്തീൻ പ്രശ്നങ്ങളിൽ വരെ ഫലസ്തീന്റെ കൂടെ നിൽക്കുക എന്നതായിരുന്നു യുക്തിവാദ നിരീശ്വരവാദ ലെഫ്റ്റ് എല്ലാ പ്രസ്ഥാനങ്ങളെയും ലോക ആഗോള തലത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള നവനാസ്തികരെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രയേലിനെ പിന്തുണയ്ക്കുകയാണ്. അവർ സാമ്രാജ്യത്വ രാജ്യങ്ങളാണ് ശരി, സാമ്രാജ്യത്വവും മുതലാളിത്വവുമാണ് ശരി എന്ന സ്വഭാവത്തിൽ സാമ്രാജ്യത്വത്തിന് അനുകൂലമായി, സിയോണിസത്തിന് അനുകൂലമായി, RSSനും സംഘപരിവാറിനും അനുകൂലമായി, അവരെ പൗരത്വ ബില്ലിന് അനുകൂലമായി, സംവരണ വിഷയം മുതൽ ഡിറ്റൻഷൻ ക്യാമ്പ് വരെയുള്ള RSSന്റെ അജണ്ടകൾക്കും പദ്ധതികൾക്കും ഒക്കെ പിന്തുണ നൽകുന്ന ഒരു സംഘപരിവാർ ഫ്രണ്ട്ലിയായ ഒരു നവനാസ്തിക യുക്തിവാദ ഗ്രൂപ്പാണ് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ പോലും മുളച്ചു പൊന്തുന്നത്. ഇപ്പോൾ ക്ലബ് ഹൗസിലേക്ക് ചെന്ന് നോക്കിയാൽ ഈ പറയുന്ന നവനാസ്തികരും യുക്തിവാദികളും, നേരത്തെ ക്രൈസ്തവ സമൂഹത്തിലെ ചില പാതിരിമാരും, അതുപോലുള്ള ഫെമിനിസ്റ്റുകളും
മോഡേണിസ്റ്റുകളും എല്ലാം അടങ്ങുന്ന RSSന്റെ പിന്തുണയോടുകൂടി സംഘപരിവാർ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് ചേരുന്ന ഒരു സംയുക്ത മുന്നണി. നമ്മുടെ റിലേ മത്സരം ഉണ്ടല്ലോ, 4x100, 400 മറ്റൊക്കെ മത്സരിക്കുമ്പോൾ ബാറ്റൻ കൈമാറും. ഇസ്ലാമോഫോബിയയുടെ ബാറ്റൻ ഇന്ന് യഥാർത്ഥത്തിൽ RSS ഓടിക്കൊണ്ടിരിക്കുന്ന ബാറ്റൻ ഇന്ന് ക്രൈസ്തവ പാതിരിമാർ ഏറ്റെടുക്കുന്നു. ക്രൈസ്തവ പാതിരിമാരിൽ നിന്നും അത് അടുത്ത സ്റ്റെപ്പിൽ യുക്തിവാദികൾ ഏറ്റെടുക്കുന്നു. യുക്തിവാദികളുടെ കൈകളിൽ നിന്നും ഫെമിനിസ്റ്റുകളും മോഡേണിസ്റ്റുകളും ഏറ്റെടുക്കുന്നു. അവരുടെ കൈകളിൽ നിന്നും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ, SFI പോലുള്ള പാർട്ടികൾ വളരെ നിഗൂഢമായ അജണ്ടകളോടുകൂടി ഇസ്ലാമോഫോബിയ, ജമാഅത്തെ ഇസ്ലാമിയുടെ മറവില് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണനൊക്കെ പറ്റുന്ന തന്ത്രമുണ്ട്. തന്ത്രം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തിനും ഏതിനും ഡിസംബറിൽ മഞ്ഞ് കുറഞ്ഞാൽ അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. നട്ടുച്ച വെയിലത്ത് അന്തരീക്ഷം ചൂട് കൂടിയാൽ അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇങ്ങനെ എന്തിനും ഏതിനും ജമാഅത്തെ ഇസ്ലാമി എന്നാണ് CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനത്തിൽ പ്രമേയം ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. CPM-ന്റെ ലോക്കൽ സമ്മേളനത്തിലെ പ്രമേയം ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. ബ്രാഞ്ച് സമ്മേളനത്തിൽ പ്രചരിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമി താലിബാനികളാണ്, പിന്തിരിപ്പന്മാരാണ്, സ്വാതന്ത്ര്യമില്ലാത്തവരാണ്, സ്ത്രീകളെ ഏതോർത്തിൽ അടിച്ചമർത്തുന്നവരാണ്, അങ്ങനെ താലിബാന്റെ മുഖപത്രമാണ്, താലിബാന്റെ കേരളീയ വക്താക്കളാണ് എന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമി ചിത്രീകരിക്കാനാണ് ബ്രാഞ്ച് സമ്മേളനത്തിൽ ശ്രമിച്ചത്. ലോക്കൽ സമ്മേളനം ഇപ്പൊ പറയാൻ തുടങ്ങി. അങ്ങനെയല്ലോ, അവരുടെ പെൺകുട്ടികള്, ജമാഅത്തെ ഇസ്ലാമിയുടെ പെൺകുട്ടികള് ക്യാമ്പസിൽ പുതിയ കാലഘട്ടത്തിൽ മറ്റ് പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് സ്വാധീനിക്കുന്നു, മറ്റ് പെൺകുട്ടികളെ ഇസ്ലാമിലേക്ക് സ്വീകരിക്കുന്നു. മറ്റുള്ള ആൺകുട്ടികളും പെൺകുട്ടികൾക്കും വിദ്യാസമ്പന്നർക്കിടയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പെൺകുട്ടികളും ആൺകുട്ടികളും പ്രവർത്തിക്കുന്നു എന്നതായിരുന്നു ലോക്കൽ സമ്മേളനം ഇപ്പോൾ കൊടുത്ത ടിപ്സ്. അവിടെ നിന്ന് അങ്ങോട്ട് സംസ്ഥാന സമ്മേളനമൊക്കെ ആയപ്പോഴേക്കും പറയുന്നത് ഇപ്പോൾ കേരളത്തിന് വികസനത്തെ നിയന്ത്രിക്കുന്നത്, വികസന പദ്ധതികളെ തകർക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ ആവാഹിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി ആവാഹിക്കപ്പെട്ടിരിക്കുന്നു. മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമി ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അതുവഴി മുസ്ലിം ലീഗ് UDF-നെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. UDF-നെ മുസ്ലിം ലീഗും, മുസ്ലിം ലീഗിനെ ജമാഅത്തെ ഇസ്ലാമിയും, അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ഈ നാട്ടിൽ നടക്കുന്ന സകലമായ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നത്, ഈ നാടുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്നത്, ഈ നാടിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ എല്ലാ അഴിമതി എല്ലാത്തിനും വിമർശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനം, തീവ്രവാദ പ്രസ്ഥാനം എല്ലാം ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന ഒരു തിസീസാണ് ഇപ്പോൾ CPM-ന്റെ സമ്മേളനങ്ങൾ, ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ ലോക്കൽ സമ്മേളനം മുതൽ ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളിലും ഇനി സംസ്ഥാന സമ്മേളനത്തിലെല്ലാം ജമാഅത്തെ ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് നിർത്തി ഒരു ഭീകര ജീവിയൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് അതിനെ കല്ലെറിയുവാൻ, ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി. സംഗതി ആടാ, പക്ഷെ ആടൊരു ഭീകരജീവി. അങ്ങനെ സിനിമയുണ്ട്, കുറച്ചു മുമ്പ് ഒരു സിനിമ ഇറങ്ങിയിരുന്നു കേരളത്തിൽ, ആടൊരു ഭീകരജീവി. ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഒരു ഭീകരജീവി എന്നർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ പോലും ഈ ഇസ്ലാമോഫോബിയുടെ കേരളീയ എപ്പിസോഡ് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ ലോകത്ത് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത് ആരാണ്? ലോകത്തിന് സമാധാനം കെടുത്തുന്നത് ആരാണ്? ലോകത്തെ സാമ്രാജ്യത്വം, മുതലാളിത്വവും ഇസ്രയേലുമാണോ ലോകത്ത് പ്രശ്നമുണ്ടാക്കുന്നത്? അതല്ല മുസ്ലിങ്ങളാണോ? അവിടെ നിന്നിട്ട് ചർച്ച വരട്ടെ. ലോകത്ത് ആരാണ് പ്രിയമുള്ളവരെ ലോക യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്? ലോകത്ത് ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? മുസ്ലിങ്ങളാണോ? മുസ്ലിം ലോകത്ത് എവിടെയെങ്കിലും വല്ല ആയുധമുണ്ടോ? ആരാണ് ഫോസ്ഫറസ് ബോംബുകൾ ഉണ്ടാക്കുന്നത്? ഹൈഡ്രജൻ ബോംബ് ഉണ്ടാക്കുന്നത് ആരാണ്? ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത് ആരാണ്? 1, 2 ലോക മഹായുദ്ധങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? ഇറാഖിലും അഫ്ഗാൻ യുദ്ധം ചെയ്യുന്നത് ആരാണ്? ആരുടെ കൈകളിലാണ് ആയുധങ്ങൾ? ആരാണ് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നത്? പ്രിയമുള്ളവരെ, ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന അമേരിക്കയാണ്, ബ്രിട്ടനാണ്, ഫ്രാൻസാണ്, ഇസ്രയേലാണ്. അവരുടെ കൈകളിൽ ആയുധ കമ്പനികൾ. അവരാണ് ലോകത്ത് മുഴുവൻ ആയുധം സപ്ലൈ ചെയ്യുന്നത്. ഇന്ത്യക്ക് ആയുധം കൊടുക്കുന്നത്, പാകിസ്ഥാൻ ആയുധം കൊടുക്കുന്നത്, ശ്രീലങ്കയ്ക്ക് ആയുധം കൊടുക്കുന്നത്, അതിൽ സിംഹളർക്ക് കൊടുക്കുന്നത്, അതിൽ അവിടുത്തെ ബുദ്ധന്മാർ, അവിടുത്തെ ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നത്, LTTക്ക് കൊടുക്കുന്നത്, തമിഴ് പുലികൾക്ക് നൽകുന്നത്, ശ്രീലങ്കൻ സിംഹളർക്ക് നൽകുന്നത്, സാക്ഷാൽ അറബ് രാജ്യങ്ങളിൽ UAE-ക്ക് നൽകുന്നത്, സൗദി അറേബ്യക്ക് നൽകുന്നത്, കുവൈറ്റ് നൽകുന്നത്, ഇറാനും UAE-ക്ക് നൽകുന്നത്. ലോകത്തിന് മുഴുവൻ ആയുധം സപ്ലൈ ചെയ്യുന്നത് അമേരിക്കയാണ്. ലോകത്ത് മുഴുവൻ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതും അമേരിക്കയാണ്.
ലോകത്ത് മുസ്ലിം നാടുകൾ എവിടെയെങ്കിലും സൗദി അറേബ്യയിൽ ആയുധമുണ്ടോ? UAE-യിലും ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും ഒക്കെ യഥാർത്ഥത്തിൽ ആയുധങ്ങളുണ്ടോ? അവിടെ വല്ല ബോംബ് ഉണ്ടാക്കുന്നുണ്ടോ? മുസ്ലിം നാടുകളിൽ എവിടെയാണ് ബോംബുകൾ ഉണ്ടാക്കുന്നത്? മുസ്ലിം നാടുകളിൽ എവിടെയാണ് യഥാർത്ഥത്തിൽ നിരപരാധികളെയും നിസ്സഹായരെയും കൊന്നുകല്ലുന്നത്? എന്തു പറഞ്ഞാലും സിറിയ കണ്ടില്ലേ, അഫ്ഗാൻ കണ്ടില്ലേ, സിറിയ കണ്ടില്ലേ, അഫ്ഗാൻ കണ്ടില്ലേ, യമൻ കണ്ടില്ലേ? പ്രിയമുള്ളവരെ, സിറിയയിൽ ആരാണ് യുദ്ധം ചെയ്യുന്നത്? മുസ്ലിങ്ങളാണോ? സിറിയയിൽ വീഴുന്ന ആയുധങ്ങൾ ആരുടേതാണ്? അമേരിക്കയുടെ ആയുധങ്ങളാണ്, റഷ്യയുടെ ആയുധങ്ങളാണ്. അമേരിക്കയും റഷ്യയും രണ്ടു പക്ഷത്ത് നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ സിറിയയെ രക്തത്തിൽ മുക്കിക്കൊല്ലുകയാണ്. ഇറാഖിൽ ആരാണ് യുദ്ധം ചെയ്യുന്നത്? അമേരിക്കൻ സാമ്രാജ്യത്വ ബോംബുകളാണ്. സീനിയർ ബുഷിന്റെയും ജൂനിയർ ബുഷിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികളാണ് ഇറാഖിൽ പ്രിയമുള്ളവരെ ആയുധങ്ങൾ എറിഞ്ഞത്. അഫ്ഗാനിസ്ഥാൻ യുദ്ധം ചെയ്യുന്നത് ആരാണ്? താലിബാന്റെ പേര് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. താലിബാന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് താലിബാനെ കണ്ടില്ലേ, അഫ്ഗാനിസ്ഥാനെ കണ്ടില്ലേ, മുസ്ലിം ഇസ്ലാമിക ശരീഅത്ത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം സമുദായത്തെ വേട്ടയാടുവാനുള്ള ശ്രമമാണ് നമ്മുടെയൊക്കെ നാട്ടിലെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരുൾപ്പെടെ നിരീശ്വര നിർമ്മിതവാദികൾ ഉൾപ്പെടെ ഇസ്ലാമോഫോബിക്കുകളായ ആളുകൾ വരെ അഫ്ഗാനിസ്ഥാനെ കാണിച്ച് താലിബാനെ കാണിച്ച് അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിക സമൂഹ സ്ത്രീകൾ അതാണ്, ഇസ്ലാമിന്റെ നിയമങ്ങൾ കണ്ടില്ലേ, എത്ര പിന്തിരിപ്പനാണ്, എത്ര മാനവിക വിരുദ്ധമാണ് എന്ന് ഈ കേരളത്തിന്റെ മണ്ണിൽ പൊതുമണ്ഡലത്തിൽ മുസ്ലിം സമുദായത്തെ താലിബാന്റെ തലയിൽ വെച്ച് കെട്ടുവാൻ, താലിബാന്റെ തല, താലിബാന്റെ പിതൃത്വം മുസ്ലിം സംഘടന തലയിൽ വെച്ച് കെട്ടാൻ ഇവിടെ എല്ലാവരും ശ്രമിക്കുകയുണ്ടായി. പ്രിയമുള്ളവർ, നിങ്ങൾ അറിയണം, യഥാർത്ഥത്തിൽ താലിബാന്റെ പോലും അഫ്ഗാന്റെ ദുരന്തത്തിൽ പോലും ഒന്നാമത്തെ പ്രതി കമ്മ്യൂണിസ്റ്റുകളാണ്. രണ്ടാമത്തെ പ്രതിയാണ് അമേരിക്ക. സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ സഖാവ് ബ്രഷ്നേവിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ അറിയണം, സാക്ഷാൽ അഫ്ഗാന്റെ മണ്ണിലേക്ക്, താലിബാന്റെ അഫ്ഗാന്റെ മണ്ണിലേക്ക് കമ്മ്യൂണിസ്റ്റുകളെ, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളെ, കമ്മ്യൂണിസ്റ്റ് നോക്കിയന്ത്രങ്ങളെ അഫ്ഗാന്റെ അധികാര ഭരണങ്ങളിലേക്ക് പിടിച്ചു വെച്ചുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്ക് അധിനിവേശം ചെയ്തത് പഴയ സോവിയറ്റ് യൂണിയനാണ്. അങ്ങനെയാണ് ബ്രഷ്നേവിന്റെ കാലഘട്ടത്തിൽ അവിടെ ദാവൂദ് രാജാവ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയെ അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ കെട്ടിയിറക്കുന്നത്. അങ്ങനെ ദാവൂദ് രാജാവിനെ പിന്നീട് അടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായ നൂർ മുഹമ്മദ് തറാക്കി കൊന്നുകളഞ്ഞു. അങ്ങനെ നൂർ മുഹമ്മദ് തറാക്കി എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അഫ്ഗാനിസ്ഥാന്റെ അടുത്ത പ്രസിഡന്റായി മാറി. പിന്നീട് സാക്ഷാൽ നൂർ മുഹമ്മദ് തറാക്കിയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പിന്നീട് വന്ന ഹാഫിദുള്ള അമീൻ എന്ന അടുത്ത കമ്മ്യൂണിസ്റ്റുകാരൻ കൊന്നുകളയും നാടുകടത്തുകയും ചെയ്തുകൊണ്ട് അടുത്ത കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി അവിടെ വന്നു. പിന്നീട് സാക്ഷാൽ ഹാഫിദുള്ള അമീനെ നാടുകടത്തിക്കൊണ്ട് പിന്നീട് വന്ന ബർബറാർ തർക്കരെ എന്ന് പറയുന്ന അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത നേതാവ് അഫ്ഗാനിസ്ഥാനെ ഭരിച്ചു. അദ്ദേഹത്തിന് ശേഷം സാക്ഷാത് ഡോക്ടർ നജീബുള്ളയുടെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനെ ഭരണം പിടിച്ചടക്കി ആ അഫ്ഗാനിസ്ഥാനെ മതവിരുദ്ധ രാജ്യമാക്കി, എത്തിസ്റ്റ് കൺട്രിയാക്കി. ആ നാട്ടിലെ വംശീയതയെ, അവിടെ കഞ്ചാവ് കൃഷിയുണ്ട്, കറുപ്പ് കൃഷിയുണ്ട്, ലഹരി വിൽപ്പനയുണ്ട്, ലഹരി കടത്തി അയക്കുകയാണ്. ഇതൊക്കെ ഇവിടെ സഖാക്കൾ പറയാ അതൊക്കെ ഇസ്ലാമാണ്, ഇസ്ലാമിക ശരീഅത്താണ്, താലിബാനാണ്. ഒരേ സമയത്ത് അങ്ങനെ പറയാ. പർദ്ദ ഇടിക്കുകയാണ്, തലമറയ്ക്കുകയാണ്, വിദ്യാഭ്യാസം ചെയ്യിക്കുന്നില്ല, പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയാൽ ഉടനെ വെടിവെച്ച് കൊല്ലുകയാണ്, കഞ്ചാവ് കൃഷി ചെയ്യാൻ, എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പ്രത്യേക മസാല കറിക്കൂട്ടുണ്ടാക്കിയിട്ട് അതെല്ലാം വെച്ചിട്ട് ഇസ്ലാമിന്റെ തലയിലേക്ക് വെച്ച് തരികയാണ്. ഞാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാന മണ്ണിൽ 1970-കളിൽ 79 മുതൽ 90-കൾ വരെയുള്ള കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ, ഏകാധിപതികൾ അഫ്ഗാന മണ്ണിൽ ഭരിക്കുകയും അവിടങ്ങളിൽ ഈ കറുപ്പുണ്ടല്ലോ, ഈ കഞ്ചാവുണ്ടല്ലോ, അവിടെ ഏറ്റവും കൃഷി ചെയ്തത് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടങ്ങളിലാണ്. ആ രാജ്യത്തെ ജനങ്ങളെ അടിച്ചമർത്തി അവരെ മതവിരുദ്ധരാക്കി. അവരുടെ വംശീയമായ ഉസ്ബെക്കുകളും താജക്കുകളും അതുപോലെ തന്നെ പട്ടാണികളും വടക്കൻ സേനകളും എല്ലാം ആക്കി അവരെ തമ്മിലടിപ്പിച്ച് വംശബോധങ്ങളും വർഗബോധങ്ങളും പ്രാദേശിക ഗോത്ര വികാരങ്ങളും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചതിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് വലിയ പങ്കുണ്ട്. പിന്നീട് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ അട്ടിമറിച്ചുകൊണ്ട് താലിബാൻ അധികാരത്തിൽ വന്നു. അമേരിക്കൻ പിന്തുണയുണ്ടാകാം, ഞങ്ങൾ താലിബാന്റെ വക്താക്കളൊന്നുമല്ല. ആ താലിബാന്റെ അധികാരത്തിനും ഭരണത്തിനെയും ഒക്കെ തകർക്കാനാണ് അമേരിക്ക വന്നത്. എന്നിട്ട് ഇപ്പൊ എന്തായി? അമേരിക്കക്ക് താലിബാനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല. അമേരിക്ക താലിബാൻ ഒരു സുല്ലു പറഞ്ഞു. എന്തേ സംഭവിച്ചത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു താലിബാനും അമേരിക്കയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന് ന്യായമായി സംശയിക്കുന്നവരാണ് ഞങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട വാർത്തകൾ എഴുതുമ്പോൾ പല കള്ളവാർത്തകളും എഴുതും.
പല കൃത്രിമമായ വീഡിയോകൾ പ്രചരിപ്പിച്ച് പല വ്യാജ വാർത്തകൾ കൊടുത്തപ്പോൾ ഉള്ള വാർത്തകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഉള്ള വസ്തുതകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലോകത്തെക്കുറിച്ചും സാർവദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചും സാർവലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പ്രിയമുള്ളവരെ കൃത്യമായി വായിക്കുകയും പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര ദേശീയ തലങ്ങളെ കുറിച്ചൊക്കെ വായനയും പഠനമൊക്കെയുള്ള പ്രസ്ഥാന ജമാഅത്ത് ഇസ്ലാമി. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ലിബറലുകളും എല്ലാം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന എന്ത് വ്യാജ വാർത്തകളും അണ്ണാക്കത്തോടെ അത് വിഴുങ്ങി അതിനനുസൃതമായി എഴുതാൻ ജമാഅത്ത് ഇസ്ലാമിയെ കിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് ആ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായ അറിവും വിവരവും ഉള്ളതുകൊണ്ട് അതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ താലിബാനെ വിമർശിച്ചിട്ടുണ്ട്. അഫ്ഗാൻ രാഷ്ട്രീയത്തിന്റെ ഇത്തരത്തിലുള്ള തെറ്റായ വഴക്കങ്ങൾ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ പറ്റി ഞങ്ങളെ താലിബാനാക്കിയിട്ട് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പിന്തിരിപ്പൻ ആളുകളാക്കി ചിത്രീകരിക്കാൻ അവർ ശ്രമിച്ചത്. പ്രിയമുള്ളവർ, ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ താലിബാന്റെ വക്താക്കളൊന്നുമല്ല. ഈ കേരളത്തിലെ മണ്ണിൽ ഏറ്റവും നല്ല വിധത്തിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന, ഏറ്റവും മാന്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, ഏറ്റവും നല്ല സാംസ്കാരിക അജണ്ടകളുള്ള, ബുദ്ധിപരമായി ദൈക്ഷണികമായി മുസ്ലിം സമൂഹത്തെ നയിക്കുന്ന, മുസ്ലിം സമൂഹത്തെ വിദ്യാഭ്യാസപരമായി പരിഷ്കരണം കൊടുത്ത പത്രമാധ്യമങ്ങൾ മുതൽ ചാനൽ സംവിധാനങ്ങൾ മുതൽ സിനിമാ മേഖലകൾ വരെ ഈ സമുദായത്തിന്റെ മുസ്ലിം സമുദായത്തെ ബുദ്ധിപരമായി ദൈക്ഷണികമായി ഈ കേരളത്തിലും ഇന്ത്യയിലും നയിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ താലിബാനാക്കിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ തനിക്കാക്കി വെടക്കാക്കി ചിത്രീകരിക്കുമെന്നാരും വിചാരിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രൂപത്തിൽ ലോക രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ആഗോള പരിശോധന നടത്തുമ്പോൾ നമുക്കറിയാം, ലോകത്ത് എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും, ലോകത്ത് മുഴുവൻ നടക്കുന്ന യുദ്ധങ്ങളും ആക്രമണം നടത്തുന്നത് സാമ്രാജ്യത്വ ശക്തികളാണ്. ഇത് കമ്മ്യൂണിസ്റ്റുകൾക്ക് പണ്ടൊക്കെ അറിയായിരുന്നു. ഇപ്പൊ അവരടക്കം അമേരിക്കയുടെ കൂടിയാണ്. അവർ പോലും അമേരിക്കയുടെ ഭാഷകൾ കടമെടുത്ത് അമേരിക്കയുടെ ടെർമിനോളജികളും അമേരിക്കയുടെ ടേംസുകളും അമേരിക്ക ഉപയോഗിക്കുന്ന സാങ്കേതിക പദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ പോലും ഒരു കാലഘട്ടത്തിൽ അവരുടെ ചരിത്രം പോലും മറന്നുകൊണ്ട് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ലോകത്ത് ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിക്കുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്ന ഒരുപാട് മുസ്ലിം നാടുകളുണ്ട്. അതിനെപ്പറ്റി ഇവരാരും പറയാറില്ലല്ലോ. മുസ്ലിം നാടുകൾ, എത്രയോ മുസ്ലിം നാടുകൾ സ്വതന്ത്രമായി സ്വൈര്യമായി ജീവിക്കുന്നു. മുസ്ലിം നാടുകൾ എവിടെയെങ്കിലും സമാധാനമില്ലെങ്കിൽ ആ സമാധാനം ഇല്ലാതാക്കിയത് അമേരിക്കയാണ്. ഇറാഖിന്റെ മണ്ണിലാണെങ്കിലും അഫ്ഗാന്റെ മണ്ണിലാണെങ്കിലും സിറിയയുടെ മണ്ണിലാണെങ്കിലും ഏത് മണ്ണിലാണെങ്കിലും കലുഷിതമായതിന് പിന്നിൽ യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വ ശക്തികളാണ്. അതേസമയം സൗദി അറേബ്യ, UAE, ഖത്തർ, എത്രയോ മുസ്ലിം നാടുകളുണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ, എത്രയോ ആഫ്രിക്കൻ മുസ്ലിം നാടുകൾ, എത്രയോ ഏഷ്യൻ മുസ്ലിം നാടുകൾ. അവിടങ്ങളിലൊക്കെ എല്ലാ വിഭാഗം ആളുകളും ഇപ്പോൾ തന്നെ നമ്മുടെ കേരളം പോലും ഇത്ര സുഭിക്ഷമായി സമാധാനത്തോടെ ഇന്നും ജീവിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്, സൗദി അറേബ്യയാണ്, UAE ആണ്, ഖത്തറാണ്, ഒമാനാണ്, ബഹ്റൈനാണ്, കുവൈറ്റാണ്. ഇതൊക്കെ മുസ്ലിം ഭൂരിപക്ഷമുള്ള നാടുകളല്ലേ? അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളും സ്വൈര്യമായി സ്വസ്ഥമായി ജീവിക്കുന്നില്ലേ? അവിടെ പൊട്ടിത്തെറികളുണ്ടോ? അവിടെ ആക്രമണങ്ങളുണ്ടോ? ലോകത്തെ ഏറ്റവും പെർ ക്യാപിറ്റ ഇൻകമുള്ള നാടേതാണ്? സ്ത്രീകൾക്കൊക്കെ ഏതോ അർത്ഥത്തിൽ വലിയ അടിമത്തമാണ്, അടിമത്തത്തിന്റെ പർദ്ദയാണ് ഇടിയിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെയൊക്കെ നാട്ടിലെ ക്രൈസ്തവരും ഹൈന്ദവരുമായ സ്ത്രീകൾ വരെ പറയാറുണ്ട്, ലോകത്തെ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ നാട്, സ്ത്രീകൾ ഏറ്റവും സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ഏത് നട്ടപ്പാരയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന നാടുകൾ എന്ന് പറയുന്നത് മുസ്ലിം നാടുകളാണ്. ആ നാടുകളിൽ പ്രിയമുള്ള ഒരു പ്രശ്നവുമില്ല. ഞാൻ പറയുന്നത്, മുസ്ലിങ്ങൾ ആകെ പ്രശ്നക്കാരാണ്. മുസ്ലിം നാടുകൾ പ്രശ്നമാണ്, മുസ്ലിം പ്രദേശങ്ങൾ പ്രശ്നമാണ്. ഇസ്ലാമിക ശരീഅത്തും ഇസ്ലാമിക നിയമങ്ങളൊക്കെ കാടനും പൈശാചികവുമാണ് എന്ന വിധത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ ലോകം മുഴുവൻ നടക്കുകയാണ്. ഈ പ്രചരണങ്ങളിൽ വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തും സംഘപരിവാർ ശക്തികൾ മുഴുവൻ പ്രചരിപ്പിക്കുന്നു, മുസ്ലിങ്ങളാണ് രാജ്യത്ത് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഏത് പ്രശ്നങ്ങളെയും സംഘപരിവാറിനെ സംബന്ധിച്ച് അവരുടെ കൈകളിൽ ഒരൊറ്റ അജണ്ടയുള്ളൂ: വർഗീയത വിറ്റ്, വർഗീയത വാണിഭം ചെയ്ത്, വർഗീയത കുടിച്ച്, വർഗീയത തിന്ന്, വർഗീയത വിളമ്പി, വർഗീയത കൃഷി ചെയ്ത്, അങ്ങനെ വർഗീയ കൃഷി, സാക്ഷര കർഷകർ തകർച്ചല, വർഗീയ കൃഷി ചെയ്ത്, വർഗീയത മൊത്തം വിളമ്പി, അങ്ങനെ വർഗീയതയിലൂടെ രാജ്യത്തിന് അധികാരവും ഭരണം ഏറ്റെടുത്ത പാർട്ടിയാണ് സംഘപരിവാർ BJP. അതിന്റെ ഫലമായിട്ട് കഴിഞ്ഞ 2 ടേമായിട്ട് RSS BJP രാജ്യം ഭരിക്കുകയാണ്. അതിന്റെ ഫലം എന്തായി?
എന്തിന് മുസ്ലിങ്ങൾക്ക് ഒരു പണി കൊടുക്കട്ടെ, മുസ്ലിങ്ങളെ അങ്ങോട്ട് തകരട്ടെ, മുസ്ലിങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥ തകരട്ടെ, മുസ്ലിങ്ങളെ പിടിക്കട്ടെ എന്നൊക്കെയാണ് പല ആളുകളും വിചാരിച്ചത്. പ്രിയമുള്ളവരെ, സാക്ഷാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യത്ത് BJPയുടെ കൈകളിൽ വന്നതിന് ശേഷം ഇപ്പോൾ 2 ടേമുകൾ പൂർത്തീകരിക്കാൻ പോവുകയാണ്. എന്താ ഈ നാടിന്റെ അവസ്ഥ? മുസ്ലിങ്ങൾക്ക് മാത്രമൊന്നല്ല, പെട്രോളിന്റെ വില, ഡീസലിന്റെ വില, പാചകവാതകത്തിന്റെ വില, ഈ രാജ്യത്തെ ചെറുകിട വ്യാപാരികളുടെ അവസ്ഥ, വലിയ വ്യവസായികളുടെ അവസ്ഥ, കർഷകരുടെ അവസ്ഥ, ഈ സമൂഹവുമായി ബന്ധപ്പെട്ട, രാജ്യവുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗം ആളുകളുടെയും, മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദു ആണെങ്കിലും എല്ലാവരുടെയും ജീവിത മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു. കർഷകർ തകർന്നുകൊണ്ടിരിക്കുന്നു, ചെറുകിട വ്യാപാരം തകർന്നുകൊണ്ടിരിക്കുന്നു. നോട്ട് നിരോധത്തിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥ ഒടിഞ്ഞു നുറുങ്ങിപ്പോയി. ഈ രാജ്യം ഇന്ന് അംബാനിമാരുടെ കൈകളിലാണ്, അദാനിമാരുടെ കൈകളിലാണ്. അംബാനിമാരും അദാനിമാരും രാജ്യത്തിന്റെ പൊതുമേഖല സ്ഥാപനങ്ങൾ അമ്മാനമാടുകയാണ്. റെയിൽവേ സ്റ്റേഷനുകൾ സ്വകാര്യവൽക്കരിക്കുന്നു, വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നു, ഈ രാജ്യത്തിന്റെ എയർപോർട്ടുകൾ സ്വകാര്യവൽക്കരിക്കുന്നു, ഈ രാജ്യത്തിന്റെ കപ്പൽ എല്ലാ പോർട്ടുകളും സ്വകാര്യവൽക്കരിക്കുന്നു. അവിടങ്ങളിൽ തൊഴിലില്ല, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തൊഴിൽ കിട്ടുന്നില്ല, തൊഴിലില്ലായ്മ. ഈ രാജ്യം യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധികളിൽ പെട്ട് ഉഴലുകയാണ്. എന്തിനുമേതിനും മുസ്ലിം ഭീകരത, മുസ്ലിങ്ങൾ ഭീകരത, മുസ്ലിം ഭീകരത എന്തു പറഞ്ഞാലും മുസ്ലിം ഭീകരത, മുസ്ലിം ഭീകരത, മുസ്ലിം ഭീകരത എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനും ഏതിനും മുസ്ലിം ഭീകരതയുടെ ഈ എന്താ പറയാ മുഴുവൻ തേങ്ങ, അങ്ങനെ മുഴുവൻ തേങ്ങ എന്ന് പറയുന്നത്, പട്ടിക്ക് കിട്ടിയ മുഴുവൻ തേങ്ങ കിട്ടിയ പട്ടി എന്ന് പറഞ്ഞ മാതിരി ഈ നാട്ടിലെ സാധാരണക്കാരുടെ മുമ്പിലേക്ക് മുസ്ലിങ്ങൾ ഭീകരത, മുസ്ലിം ഭീകരത എന്ന് പറഞ്ഞിട്ട് എന്തിനും ഏതിനും മറുപടി പറയുന്ന ഒരു വർഗീയ രാഷ്ട്രീയമാണ് യഥാർത്ഥ സംഘപരിവാർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യം തകർന്നിട്ടില്ലേ? ഈ രാജ്യത്തിന് മുഴുവൻ പ്രശ്നം. അവസാന കർഷകർ വലിയ സമരം ചെയ്തു, അവരെയും പ്രചരിപ്പ് തീവ്രവാദി എന്ന് വിളിച്ചിട്ട് അവരെ തോൽപ്പിക്കാൻ നോക്കി. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് RSSന്റെ കൈകളിൽ, സംഘപരിവാറിന്റെ കൈകളിൽ ഉള്ള ഒരൊറ്റ അജണ്ട, ഏക അജണ്ട, ഒറ്റ വിളത്തോട്ടം. ഞാൻ നമ്മുടെ മൂന്നാറിലൊക്കെ ചെന്നാൽ ആകെ ഒരൊറ്റ വിളയുള്ളൂ, എല്ലാവർക്കും തേയിലത്തോട്ട എന്ന് പറയുന്നത് മാതിരി സംഘപരിവാറിന്റെ കൈകളിൽ ആകെ ഒരൊറ്റ അജണ്ടയുള്ളൂ. അതാണ് മുസ്ലിം വിരുദ്ധത, മുസ്ലിം വെറുപ്പ്. അത് സൃഷ്ടിച്ച്, അത് ജനങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് അതിലൂടെ അധികാരം നിലനിർത്തുക എന്നതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഇവര് രാജ്യത്തിന്റെ അധികാര ഭരണ മേഖലകളില് വലിയ തീവ്ര ഭൂരിപക്ഷത്തോട് നേടാൻ തന്നെ കാരണം എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എല്ലാവരും ഇത് മറന്നുപോയി. ഈ രാജ്യത്ത് ആകമാനം ബോംബ് സ്ഫോടനം നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പാർലമെന്റിൽ ബോംബ് സ്ഫോടനം, ബോംബെ ആക്രമിക്കുന്നു. ഈ രാജ്യത്തിന് നാഗ്പൂരില്, കാൺപൂരില്, സംജോത എക്സ്പ്രസില്, മക്ക മസ്ജിദില്, മലേഗാവില്, അങ്ങനെ നാട് നീളെ ബോംബുകൾ പൊട്ടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബോംബുകൾ പൊട്ട് മനുഷ്യ ശരീരങ്ങൾ, കബന്ധങ്ങൾ, അമ്പലങ്ങളില്, പള്ളികളില്, റെയിൽവേ സ്റ്റേഷനുകളില്, ബസ് സ്റ്റാൻഡുകളില്, ഇങ്ങനെ എല്ലായിടങ്ങളും ബോംബുകൾ എന്നും നിരന്തരം പൊട്ടുന്നു. ആ പൊട്ടുന്ന ബോംബുകൾ കാണിച്ച്, അവിടുത്തെ നിരപരാധികൾ മരിച്ചു കിടക്കുന്നത് കാണിച്ച് അന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ വലിയ പ്രചരണം നടത്തിയത് പിന്നിലാരാണ്? ഇന്ത്യൻ മുജാഹിദീനാണ്, ഡെക്കാൻ ജിഹാദാണ്, ഹൂജിയാണ്, ബംഗ്ലാദേശ് കേന്ദ്രീകൃതമാണ്, അബു ബിലാൽ, അബു ബഷീർ, അങ്ങനെ മുസ്ലിം പേരുള്ള റിയാസ് ഭട്കൽ, തടിന്റെ വീട് നസീർ, മൈദനി, ഇങ്ങനെ പല പേരും പറഞ്ഞ് പ്രചരിപ്പിച്ച് നമ്മുടെയൊക്കെ നാട്ടിലെ ചാനലുകളിലൂടെ ഇതിന്റെ പിന്നിൽ മുസ്ലിം ചെറുപ്പക്കാരാണ്, മുസ്ലിം യുവാക്കളാണ്, അവർക്കത് UAP ചുമത്തിക്കൊണ്ട് പ്രിയമുള്ളവരെ ഒരുപാട് ചെറുപ്പക്കാരെ കൂട്ടമായി ജയിലിൽ കൊണ്ടുപോയിട്ടു. അതിലൂടെ രാജ്യത്തെ സാധാരണക്കാരെ, ഹിന്ദുക്കളുടെ മനസ്സുകളിലേക്ക്, ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന്റെ മനസ്സുകളിലേക്ക്, ഈ രാജ്യത്ത് ഇതാ മുസ്ലിങ്ങൾ ബോംബ് വെക്കുന്നത് കണ്ടില്ലേ, നാട്ടിലാകെ നിരപരാധികളെ കൊല്ലുന്നത് കണ്ടില്ലേ, എത്രയോ ബോംബുകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു, ഇതാ ഭീകരവാദികൾ, തീവ്രവാദികൾ എന്ന രീതിയിൽ വലിയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അത് ഈ രാജ്യത്തെ സാധാരണക്കാരായ ആളുകളുടെ മനസ്സുകളിലേക്ക് ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ചുകൊണ്ട്, മുസ്ലിം വെറുപ്പ് സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തൊട്ടാകെ വലിയ അർത്ഥത്തിൽ പ്രചരണങ്ങൾ നടത്തി. അതിന്റെ ഫലം എന്തായി? രാജ്യത്ത് BJP ജയിച്ചു. BJPയിലേക്ക് ഒരുപാട് ആളുകൾ ഒഴുകി. BJPക്ക് രാഷ്ട്രീയമായി പിന്തുണ നൽകുന്ന അവസ്ഥയിലേക്ക് രാജ്യത്ത് ഒരുപാട് മനുഷ്യർ മാറി. പക്ഷേ പ്രിയമുള്ളവർ, നിങ്ങൾ അറിയണം, ആരായിരുന്നു ആ ബോംബ് സ്ഫോടനങ്ങളുടെ പിന്നിൽ? ആരായിരുന്നു പാർലമെന്റ് ആക്രമണത്തിന് പിന്നിൽ? നമുക്കറിയാം, സാക്ഷാൽ പാർലമെന്റ് ആക്രമണത്തിന്റെ പേരിൽ രാജ്യത്ത് തൂക്കേറ്റപ്പെട്ട അഫ്സൽ ഗുരു പോലും പറഞ്ഞു, പാർലമെന്റ് ആക്രമിക്കുവാനുള്ള തീവ്രവാദികളെ കശ്മീരിൽ നിന്നും ഡൽഹിയിലേക്ക് റിക്രൂട്ട് ചെയ്യുവാൻ ഏൽപ്പിച്ചത് സാക്ഷാൽ ഈ രാജ്യത്തിന്റെ പോലീസ് മേധാവിയായിരുന്ന ദേവേന്ദ്ര സിംഗ് ആയിരുന്നു. ആരാണ് ദേവേന്ദ്ര സിംഗ്? ആ ദേവേന്ദ്ര സിംഗ് ആയിരുന്നു കശ്മീരിൽ നിന്നും പാർലമെന്റ് ആക്രമിക്കുവാൻ ആളുകളെ കൊണ്ടുവന്നത്. ഈ രാജ്യത്തിന്റെ സൈനിക നേതൃത്വത്തിലുള്ള, ഈ രാജ്യത്തെ പോലീസ് നേതൃത്വത്തിലുള്ള ആളുകൾ വരെ പാർലമെന്റ് ആക്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു.
ഈ രാജ്യത്തെ ബോംബ് സ്ഫോടനങ്ങളുടെ പ്രതികൾ ആരായിരുന്നു? പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. പിടിച്ചു. ആര് പിടിച്ചത്? സ്വാമി അസീമാനന്ദ, സ്വാമി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, ഇന്ദ്രേഷ് ഗുപ്ത, സുനിൽ ജോഷി, സുരേഷ് നായർ, ദയാനന്ദ പാണ്ഡെ, സ്വാമി അസീമാനന്ദ. ആരായിരുന്നു ഇവര്? അഭിനവ് ഭാരതി, സനാതൻ സസ്ത. ഈ രാജ്യത്ത് നാട്ടുനീള ബോംബുകൾ വെച്ച് നിരപരാധികളെ കൊന്ന് അവർ രക്തം കാണിച്ച് അവർ ശവശരീരങ്ങൾ കാണിച്ച് അതിന്റെ പേരിൽ മുസ്ലിം ചെറുപ്പക്കാരാണെന്ന് പറഞ്ഞ് മുസ്ലിം യുവാക്കളെ UAPA പ്രകാരം അറസ്റ്റ് ചെയ്ത് കൂട്ടം കൂട്ടമായി ജയിലുകളിൽ കൊണ്ടുപോയിട്ട് അതിലൂടെ മുസ്ലിം വിരുദ്ധ വികാരം ആളിക്കത്തിച്ചു. സാക്ഷാൽ ബോംബെ സ്ഫോടന പിന്നിൽ പോലും ഹൂ കിൽഡ് ഹേമന്ത് കർക്കരെ, കർക്കരയെ കൊന്നത് ആരാണ്? പ്രിയമുള്ളവരെ, ഈ കേസിന്റെ പ്രതികളെ പിടിച്ച് അവസാനം എത്തിയത് എങ്ങോട്ടെന്നറിയോ? ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, തഹാവൂർ റാണ. ഇവരൊക്കെ അമേരിക്കയുടെ CIA ഏജന്റുകളാണ്, മൊസാദിന്റെ ഏജന്റുമാരാണ്. അഥവാ മൊസാദിന്റെ പിൻബലത്തോടെ, അമേരിക്കൻ ചാര സംഘടന പിൻബലത്തോടെ സംഘപരിവാർ അനുകൂലികളായ ഒരുപാട് ഭീകര പ്രസ്ഥാനങ്ങൾ, അവരുടെ നേതാക്കന്മാരായിരുന്നു അസീമാനന്ദ, അവരുടെ നേതാവായിരുന്നു സ്വാമി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, അവരുടെ നേതാവായിരുന്നു കേണൽ ശ്രീകാന്ത് പുരോഹിത്, അവരുടെ നേതാവായിരുന്നു ഇന്ദ്രേഷ് ഗുപ്ത, അവരുടെ നേതാവായിരുന്നു സുനിൽ ജോഷി. ഇങ്ങനെയുള്ള സംഘപരിവാർ അനുകൂല നേതൃത്വങ്ങളാണ് ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ബോംബുകൾ വെച്ച് നിരപരാധികളെ കൊന്നത്. ഇതൊന്നും ഈ രാജ്യത്ത് വിളിച്ചു പറഞ്ഞത് ആരെന്നറിയോ? കമ്മ്യൂണിസ്റ്റുകളെ, മുസ്ലിം സഖാക്കളൊക്കെ ശരിക്കും ഓർക്കണം കേട്ടോ. ഇവിടെ ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് മുസ്ലിങ്ങളെ ആകെ രക്ഷിക്കാനുള്ളൂ. മുസ്ലിങ്ങൾക്കെതിരിൽ സംഘപരിവാറിനെ ചോദ്യം ചെയ്യാൻ RSSന് കഴിയൂ. ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ആവശ്യമില്ലാതെ ഇടതുപക്ഷത്തെ വിമർശിക്കുകയാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, ആവശ്യമില്ലാതെ വിമർശിക്കുകയാണെന്നൊക്കെ പറയുന്നവരോടൊക്കെ പറയാനുള്ളത്, ഈ രാജ്യത്ത് ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ UAPA ചുമത്തിയപ്പോൾ ആരാണ് ഇവിടെ ചോദിക്കാനുണ്ടായത്? UAPA ചോദ്യം ചെയ്തത് ആരാണെന്നറിയോ? ഈ രാജ്യത്ത് കരിനിയമത്തെ ചോദ്യം ചെയ്തത് ആരാന്നറിയോ? നിരപരാധികളാണ് ജയിലിനകത്ത് എന്ന് വിളിച്ചു പറഞ്ഞത് ആരാന്നറിയോ? ഈ രാജ്യത്ത് ബോംബ് സ്ഫോടനങ്ങൾ പിന്നിൽ RSS ആണെന്നും ഈ പറഞ്ഞ സംഘപരിവാർ പ്രതികളാണെന്നും ഈ രാജ്യത്തിന്റെ മുഖ്യധാര മണ്ഡലങ്ങളിൽ, പൊതുമണ്ഡലങ്ങളിൽ വിളിച്ചു പറയാൻ ജമാഅത്തെ ഇസ്ലാമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാധ്യമം പത്രത്തിലൂടെയാണ് ഈ മീഡിയ വേണമെന്ന ചാനൽ പോലും തുടർന്ന് പശ്ചാത്തലം പോലും അതാ. നിങ്ങളാരും മറക്കരുത്. മാധ്യമം പത്രം പോലും കേരളത്തിന്റെ മണ്ണ് രൂപപ്പെടുന്നത് ശരീഅത്ത് വിവാദ കാലഘട്ടത്തിലാണ്. മുസ്ലിങ്ങളെ കുറിച്ച് പച്ച നുണകൾ കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ മലപ്പുറത്തെ കുറിച്ച്, നിങ്ങളുടെ പൊന്നാനിയെ കുറിച്ച്, ഭീമാപ്പള്ളിയിലെ ഹദ്ദടിയെ കുറിച്ച്, ശരീഅത്ത് വിവാദത്തെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച് ഭീകരമായ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി ഈ നാട്ടിലൊന്നാകെ മുസ്ലിം വിരുദ്ധ വികാരം സൃഷ്ടിച്ച പശ്ചാത്തലത്തിലാണ് മാധ്യമം പത്രം പോലും യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മണ്ണിൽ വരുന്നത്. മീഡിയ വേണമെന്ന ചാനൽ പോലും തുടങ്ങാൻ കാരണം ഈ രാജ്യത്തുള്ള ബോംബ് സ്ഫോടനങ്ങളുടെയും ഇസ്ലാമോഫോബിക് പ്രചരണങ്ങളുടെയും ഒക്കെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടില്ലേ, 100ഓളം മുസ്ലിം പെൺകുട്ടികളെ ഓൺലൈൻ വ്യഭിചാരത്തിന് വേണ്ടി, വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക. മുസ്ലിം പെൺകുട്ടികളുടെ ഫോട്ടോ, ആ ഫോട്ടോ വെച്ചിട്ടുള്ള ആപ്പ്, അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കേസ് കൊടുത്തു, പത്രസമ്മേളനം നടത്തി. പ്രിയമുള്ളവരെ, ലതീദ ഫർസാനയെ പോലുള്ള, ആയിഷ റന്നയെ പോലുള്ള ഈ രാജ്യത്തിന്റെ പൗരത്വ ഭേദഗതി വിരുദ്ധ സമരത്തിൽ ഈ രാജ്യത്തിന് നേതൃത്വം നൽകിയ ജാമിയ മില്ലിയ, അതിനൊക്കെ നേതൃത്വം നൽകിയത് ആരാണ് എന്ന് എല്ലാവരും അറിയുന്നത് നല്ലതാ. ഈ കേരളത്തിന്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണില് പൗരത്വ സമരം ആളിക്കത്തിയല്ലോ. പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കുന്നത് പോലെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവിടെ വലിയ ബഡായി വർത്തമാനം പറയുന്നവരൊന്നുമില്ല ഈ രാജ്യത്ത് അതിന് നേതൃത്വം നൽകിയത്. ജാമിയ മില്ലിയുടെ മണ്ണിൽ RSSന്റെ പോലീസിന്റെ മുഖത്ത് നോക്കി പിന്നോട്ട് പോകൂ എന്ന് വിരൽ ചൂണ്ടിയ വിരലുണ്ടല്ലോ, അതൊക്കെ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പെൺകുട്ടികളാണ്. അവിടെ നിന്നാണ് യഥാർത്ഥ ജാമിയ മില്ലിയയിലൂടെ, അലിഗർ യൂണിവേഴ്സിറ്റിയിലൂടെ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലൂടെ, ഈ രാജ്യത്തിന്റെ ക്യാമ്പസുകളിലൂടെ, ഈ രാജ്യത്തിന്റെ തെരുവുകളിലും അങ്ങാടികളിലും പൗരത്വ വിരുദ്ധ സമരത്തിന്റെ ആളിക്കത്തിച്ച് ഈ ഇന്ത്യ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമരത്തിന് നേതൃത്വം നൽകിയത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും അതിന്റെ മാധ്യമങ്ങളും. അതൊന്നാരും മറക്കരുത്. ഈ ഭീകര കഥകളെ, യഥാർത്ഥ ഭീകരന്മാരെ തുറന്നു കാണിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ മാധ്യമങ്ങളുമാണ്.
ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഈ പറയുന്ന ബുള്ളിബായി എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ നടത്തിയ ഈ വൃത്തികെട്ട് ഏർപ്പാടിനെ ചോദ്യം ചെയ്യുവാൻ, യഥാർത്ഥത്തിൽ അത് വാർത്തയാക്കാൻ പോലും ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ആരുമില്ല. മുഖ്യധാര മാധ്യമങ്ങളൊക്കെ സംഘപരിവാറിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ കൗതുക വാർത്ത പണ്ട് റേഡിയോയിലൊക്കെ കൗതുക വാർത്തകൾ വായിക്കാറുണ്ട്, ലോകത്തുള്ള കൗതുക വാർത്തകൾ. ഏതെങ്കിലും അർത്ഥത്തില് എന്താ പറയാ, സിംഹം ആന കുഞ്ഞിനെ പ്രസവിച്ചു, ആന പൂച്ചക്കുഞ്ഞിനെ പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞ് ലോകത്തുള്ള ഇല്ലാത്ത കള്ളവാർത്തകളൊക്കെ കൗതുക വാർത്തകൾ എന്ന് പറഞ്ഞ് റേഡിയോയിൽ പറയാറുണ്ട്. ഇപ്പോൾ നമ്മുടെ പിണറായി സഖാവിന്റെ കേരളത്തിൽ ഒരുപാട് കൗതുക വാർത്തകളുണ്ട്. എന്താ കൗതുക വാർത്തകൾ? ഈ പറയുന്ന ചാനൽ, ഓൺലൈൻ പോർട്ടൽ മുസ്ലിം പെൺകുട്ടികളെ ചിത്രം വെച്ചുകൊണ്ട് അവരെ ഏതോ അർത്ഥത്തിൽ വ്യഭിചാര ചന്തയിലേക്ക് വിൽപ്പനയ്ക്ക് വെച്ചപ്പോ അത് എടുത്തു പറയുകയും അത് പത്രവാർത്തയാക്കുകയും ചെയ്ത ആളുകൾക്കെതിരിൽ ഇപ്പോൾ പിണറായി വിജയന്റെ പോലീസ്, RSS പോലീസ്, സംഘപരിവാർ പോലീസ് കേസെടുക്കാൻ നിൽക്കുക. ഇപ്പൊ വലിയ വലിയ തമാശകളെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ RSSന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പ്രതിഷേധ പ്രകടനം നടന്നു. ആ പ്രതിഷേധ പ്രകടനത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ എന്താ പറഞ്ഞെന്ന് ഞാൻ പറയേണ്ടതില്ല. വെട്ടിക്കൂട്ടി പട്ടിക്കെട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് പച്ചത്തെറി, പച്ച വൃത്തികേട്. എന്നും വൃത്തികേടും തെറി മാത്രമാണ് സംഘപരിവാരൊക്കെ പ്രകടനത്തിൽ വിളിക്കാറുള്ളൂ. പക്ഷേ ആ പച്ചത്തെറി, പച്ചത്തെറി, പട്ടിക്കെട്ടുകൊടുക്കും, വെട്ടിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യം വിളിച്ച RSSകാർ അത് പോസ്റ്റ് ചെയ്ത RSS നേതാവ്, ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇവിടെ. അവര് പ്രകടനം നടത്തുന്ന ഫോട്ടോ, അത് നേതൃത്വം കൊടുത്ത, അത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത BJP നേതാവ് ആ ഫോട്ടോ എടുത്തിട്ട് ഏതോ മുസ്ലിം ചെറുപ്പക്കാര് ഇങ്ങനെയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ, RSSകാർ വിളിക്കുന്ന തെറി നിങ്ങൾ കേൾക്കുന്നില്ലേ, മുഖ്യമന്ത്രിയെ വെട്ടിക്കൊല്ലുമെന്ന് പറയും, പട്ടിക്കെട്ട് കൊടുക്കുന്നു പറയും, നിങ്ങൾ എന്ത് നടപടി സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ച ചെറുപ്പക്കാർക്ക് ഇപ്പോൾ കേസ് വന്നിരിക്കുക. ഇപ്പോൾ പ്രശ്നം വത്സൻ തില്ലങ്കേരി പ്രസംഗിച്ചതല്ല പ്രശ്നം. വർഗീയത വെച്ച് വിളമ്പി വത്സൻ തില്ലങ്കേരി നാടുനീൾ പ്രസംഗിക്കുന്നത് പ്രശ്നമല്ല. വത്സൻ തില്ലങ്കേരി പ്രസംഗിച്ച പോസ്റ്റ് ഇട്ടാൽ പ്രശ്നമാണ്. അതാണ് ഇപ്പോൾ കേരളത്തിലെ സംഘപരിവാർ പോലീസ്. സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാണ് പോലീസ് സംവിധാനങ്ങൾ ഇന്ന് തുടങ്ങിയത്. ഇതിനു മുമ്പ് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പോലും നമ്മുടെ കേരളത്തിൽ ഇതിനു മുമ്പ് കേരളത്തിന്റെ പോലീസ് വകുപ്പിന് നേതൃത്വം കൈയാളിയ സാക്ഷാൽ ലോക്നാഥ് ബെഹ്റയുടെ രാഷ്ട്രീയം എന്താണ്? ലോക്നാഥ് ബെഹ്റ അധികാരം വിട്ടുകഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞത് എന്താ നിങ്ങൾക്കറിയോ? കേരളത്തിലെ ഭരണാധികാര മേഖലകളിൽ തീവ്രവാദത്തിന് സ്ലീപ്പിംഗ് സെല്ലുണ്ട് എന്നാണ് സാക്ഷാൽ ലോക്നാഥ് ബെഹ്റ പറഞ്ഞത്. ലോക്നാഥ് ബെഹ്റയാണെങ്കിലും TP സെൻകുമാർ ആണെങ്കിലും ജേക്കബ് തോമസ് ആണെങ്കിലും അതുപോലുള്ള ഈ കേരളത്തിൽ AP ഉണ്ണരാജി ആണെങ്കിലും ഈ കേരളത്തിന്റെ മണ്ണിൽ DGPയുടെയും ADGPയുടെയും അതുപോലുള്ള ഉന്നതമായ പോലീസ് നേതൃത്വത്തിൽ ഇരുന്ന ആളുകൾ ഉദ്യോഗ തലം കഴിഞ്ഞ് നേരെ പോകുന്നത് RSSന്റെ വർഗീയതയുടെ കളസമിട്ടുകൊണ്ട് ശാഖകളിലേക്കാണ്. ഇന്ന് വർഗീയതയുടെ ശാഖകളിൽ കളിക്കുന്നത് ഈ കേരളത്തിലെ ഉദ്യോഗ പോലീസ് തലത്തിൽ അവർ കൊടുത്ത റിപ്പോർട്ടുകൾ വെച്ചിട്ട് ഇവിടെ ലവ് ജിഹാദി വിവാദങ്ങളൊക്കെ ഉണ്ടായത്, മുസ്ലിം ഭീകര കഥകൾ ഉണ്ടാക്കിയത്, മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ സാക്ഷാൽ അബ്ദുൽ നാസർ മഹദിന് മുതൽ ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരെ പാനായിക്കുളം കേസ് മുതൽ ഒരുപാട് മുസ്ലിം ഭീകര കഥകൾ, പ്രേത കഥകൾ പ്രചരിപ്പിച്ചത് ഇത്തരം സംഘപരിവാർ പോലീസ് നേതൃത്വം കൊടുത്ത റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ്. ഇതിനെയൊന്നും നേരിടാനോ അതിനെയൊന്നും മറുപക്ഷം പറയാനോ തയ്യാറാകുന്നു. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇതെല്ലാം വിളിച്ചു പറയുന്നു എന്നുള്ള. അപ്പൊ CPMകാർക്ക് വെറുതെ മുസ്ലിം സഖാക്കൾക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. അവര് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാര് വെറുതെ ആവശ്യമില്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിക്കാരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണെന്നാ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അത് അഖിലേന്ത്യാ തലത്തിൽ സാക്ഷാൽ RSSന്റെ രാഷ്ട്രീയത്തിനെതിരാണെങ്കിലും ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിലാണെങ്കിലും ഇതിനു മുമ്പ് കേരളം ഭരിച്ച ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം, കുഞ്ഞാലിക്കുട്ടിയും ഉമ്മൻചാണ്ടിയും KM മാണിയും ഒക്കെ ഭരിക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ തലത്തിൽ, അന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിലും പ്രിയമുള്ള ഒരു ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും സോളിഡാരിറ്റി ആണെങ്കിലും ഞങ്ങളുടെ നിലപാടുകൾ, ഞങ്ങളുടെ നയങ്ങൾ, ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ തുറന്ന് ആർജവത്തോടെ ധൈര്യത്തോടെ അന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അടിമ രാഷ്ട്രീയക്കാരല്ല, ഞങ്ങൾ ഏതെങ്കിലും മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ വാലല്ല, ഉടലല്ല, അവർക്ക് ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹമല്ല. അങ്ങനെ ഉപഗ്രഹ രാഷ്ട്രീയം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ
അടിമരാഷ്ട്രീയം സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ആരുടെയും പാവകളല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വ്യക്തിത്വമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാഴ്ചപ്പാടുണ്ട്. ഞങ്ങളുടെ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട്, ഞങ്ങളുടെ സ്വത്വബോധത്തിൽ നിന്നുകൊണ്ട്, ഞങ്ങളുടെ വിശ്വാസ ആദർശത്തിന് ഭൂമികയിൽ നിന്നുകൊണ്ട്, അത് BJP ഭരിച്ചാലും, അത് കോൺഗ്രസ് ഭരിച്ചാലും, അത് CPM ഭരിച്ചാലും, കാര്യങ്ങൾ വിളിച്ചു പറയുവാൻ, സത്യം വിളിച്ചു പറയാൻ ഞങ്ങൾക്ക് അശേഷം ഭയമില്ല. ആ സത്യം ഞങ്ങൾ വിളിച്ചു പറയുന്നു എന്നേ ഉള്ളൂ. ഒരുപക്ഷെ ഈ കാര്യം കേരളത്തിന്റെ മണ്ണിൽ, ഇന്ത്യയുടെ മണ്ണിൽ കോൺഗ്രസ് കളിച്ച ഒരു വലിയ അബദ്ധമാണ് ഇന്ന് കേരളത്തിൽ CPM കളിച്ചുകൊണ്ടിരിക്കുന്നത്. CPM കളിച്ചുകൊണ്ട് ഇത് CPM-ന്റെ നാശത്തിലേക്കാണ് പോകുന്നത്. ഇത് CPM-ന്റെ തകർച്ചയിലേക്ക് പോകുമെന്ന് പ്രിയമുള്ള സഖാക്കളെ നിങ്ങൾ മനസ്സിലാക്കുക. 15 വർഷം മുമ്പ്, 10-20 വർഷം മുമ്പ് ഇന്ത്യയുടെ മണ്ണിൽ സാക്ഷാൽ റാവു കോൺഗ്രസ് ഉണ്ടല്ലോ, റാവു കോൺഗ്രസ്, ആ റാവു കോൺഗ്രസ് കളിച്ച കളിയാണ് ഇപ്പോൾ പിണറായി കമ്മ്യൂണിസം കളിച്ചുകൊണ്ടിരിക്കുന്നത്. റാവു കോൺഗ്രസ് പറ്റിയ ദുരന്തം പിണറായി സഖാവിന് പറ്റുമെന്ന് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ അറിയേണ്ടതുണ്ട്. നിങ്ങൾക്കറിയോ, അന്ന് BJP-യുമായിട്ട് ഒരു സോഫ്റ്റ് BJP കളിച്ചു, ഒരു സോഫ്റ്റ് ഹിന്ദുത്വം കളിച്ചു, ഒരു ചെറിയ വർഗീയത കളിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോയി. അതിന്റെ ഫലം എന്തായി? തീവ്ര വർഗീയതയുടെ മുമ്പിൽ ചെറു വർഗീയത കളിച്ച BJP വർഗീയതയുടെ A ടീം, അതാണ് BJP. ആ വർഗീയതയുടെ B ടീം കളിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചപ്പോ കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എടുക്കച്ചരക്കായി മാറി. ഇന്ന് ഡൽഹിയിൽ കോൺഗ്രസ് ഉണ്ടോ? ഇന്ന് UP-യിൽ കോൺഗ്രസ് ഉണ്ടോ? ബീഹാറിൽ കോൺഗ്രസ് ഉണ്ടോ? മധ്യപ്രദേശിൽ കോൺഗ്രസ് ഉണ്ടോ? മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഉണ്ടോ? രാജ്യത്ത് കോൺഗ്രസ് ഇല്ലാതാകാൻ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കുകളെല്ലാം BJP കൊണ്ടുപോയി. കാരണം കോൺഗ്രസ് തന്നെയും വർഗീയത പ്രചരിപ്പിച്ചപ്പോ, ചെറുവർഗീയത, ഏതോ രാമജന്മഭൂമി ഉൾപ്പെടെയുള്ള മുഴുവൻ വിഷയങ്ങളിലും ചെറുവർഗീയത കളിക്കാൻ തുടങ്ങിയത് ആ വോട്ട് ബാങ്കുകളെല്ലാം BJP കൊണ്ടുപോയി. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിക്കുന്നത് എന്താ? നിങ്ങൾക്കറിയില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അറിയണം, ബംഗാളിൽ 10-33 വർഷക്കാലം ഭരിച്ച നാടാണല്ലോ കമ്മ്യൂണിസ്റ്റുകൾ. കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഭരിക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളിലേക്ക് സാംസ്കാരിക നിലവാരവും സാമ്പത്തിക നിലവാരവും സാമൂഹിക പുരോഗതിയിലേക്ക് എന്താണെന്ന് മനസ്സിലാക്കലിൽ സാക്ഷാൽ വെസ്റ്റ് ബംഗാളിൽ പോയി കണ്ടാൽ മതി. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലേക്ക് വന്നിട്ട് വല്ലാതെ പ്രസംഗിക്കും. ഈ കേരളത്തിന്റെ ഭൂപരിഷ്കരണമാണെങ്കിലും, കേരളത്തിന്റെ നവോത്ഥാനമാണെങ്കിലും, കേരളത്തിൽ ഇപ്പോൾ കാണുന്ന പുരോഗതിയുടെ പിന്നിലെല്ലാം ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. സാക്ഷാൽ EMS ആണ്, AKG ആണ്, കൃഷ്ണപിള്ളിയാണ്. അങ്ങനെ തുടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളുടെ ഒരുപാട് സമരങ്ങൾ, പുന്നപ്രയുടെ, വയലാറിന്റെ, അതുപോലെ കണ്ണൂരിന്റെ, കതിരൂരിന്റെ, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് സമര പോരാട്ടങ്ങളിലൂടെ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ ബാക്കി പത്രമാണ് കേരളത്തിലെ നവോത്ഥാനം എന്നൊക്കെ പറയാറുണ്ട്. കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പങ്കുണ്ട്, ഞങ്ങളത് നിഷേധിക്കുന്നൊന്നുമില്ല. കേരളത്തിന്റെ നവോത്ഥാനത്തില്, കേരളത്തിലെ ഉണർവുകളില് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പങ്കുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രം പങ്കൊന്നുമില്ല. ഇതിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ തന്നെ കോൺഗ്രസിന് സ്വാധീനമുണ്ട്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്, ഇസ്ലാമിക സമൂഹത്തിന്, ഈ കേരളത്തിലും ഇന്ത്യയുടെ നിർമ്മിതിയിൽ, കേരളത്തിന്റെ നിർമ്മിതിയിൽ, ഇന്ത്യയുടെ നവോത്ഥാനത്തിൽ, കേരളത്തിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ, ഈ രാജ്യത്ത് നടക്കുന്ന മനുഷ്യാവകാശങ്ങളിൽ ഏറ്റവും വലിയ പങ്കുള്ള പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റുകളെക്കാൾ മറ്റെല്ലാവരെക്കാളും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പങ്കുള്ള പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രം. യഥാർത്ഥ ഈ രാജ്യത്തിന് പോലും, ഞങ്ങൾ അവിടെ തൊട്ട് ചർച്ച ചെയ്യണം, ഈ രാജ്യത്തിന് പോലും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരാണ്? RSSകാരൊക്കെ വലിയ രാജ്യസ്നേഹികളും ദേശസ്നേഹത്തിന് കുപ്പായമിട്ടൊക്കെ വരുന്നുണ്ടല്ലോ. 1925 രൂപീകരിച്ച് അതിനുമുമ്പ് ഹിന്ദു മഹാസഭയുടെ പേര് പ്രവർത്തിച്ച് വീർ സവർക്കറിന്റെ പാർട്ടിയായിരുന്ന സാക്ഷാൽ സംഘപരിവാർ 1925 നാഗ്പൂരിന്റെ മണ്ണിൽ നിങ്ങൾ തുടങ്ങി വെച്ച പാർട്ടി ഉണ്ടല്ലോ. 1947 വരെ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന സമരം വരെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ എവിടെയെങ്കിലും RSS എന്ന പ്രസ്ഥാനത്തെ കാണാൻ കഴിയോ? ബ്രിട്ടീഷുകാർക്ക് ഒരു അക്ഷരം പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ RSS പങ്കുമില്ല. ബ്രിട്ടന്റെ ഷൂ നക്കിയവരാണ്. ഈ രാജ്യത്തെ മുതലാളിത്ത സാമ്രാജ്യത്വ ശക്തികൾ കൂടെ നിന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്ത് ഗാന്ധിയെ ഇടനെഞ്ചിൽ വെടിവെച്ചവരാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾ ഒറ്റുകൊടുത്തവരാണ്. അവരുടെ കൈകളിലാണ് ഇന്ന് രാജ്യവും അധികാരവും ഉള്ളത്. പക്ഷെ മുസ്ലിം സമുദായം ആത്മാഭിമാനത്തോടു കൂടി പറയുന്നു, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപക്ഷെ ബാലാക്കോട്ടിന്റെ മണ്ണിൽ സയ്യിദ് അഹമ്മദ് ഷഹീദിന്റെയും ഷാ ഇസ്മായിൽ ഷഹീദിന്റെയും നേതൃത്വത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം, ബ്രിട്ടീഷ് വിരുദ്ധ സമരം തുടങ്ങിയത് മുസ്ലിം സമൂഹമാണ്. മീററ്റിൽ 1857 ശിപായി ലഹളയുണ്ടല്ലോ. ആ ശിപായി ലഹള എന്ന പേര് പരിഹസിക്കുന്ന ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് പോലും നേതൃത്വം നൽകിയത് സയ്യിദ് ബഹദൂർ ഷാ സഫറിന്റെ കൂട്ടത്തിൽ മൗലവി അഹമ്മദുള്ളയെ പോലെ, മൗലവി അബ്ദുള്ളയെ പോലുള്ള
മുസ്ലിം നേതൃത്വത്തിന്റെ ഒപ്പമാണ് അന്ന് താന്തിയോ തൊപ്പിയെ പോലുള്ള അവിടുത്തെ അതുപോലെ ജാൻസി റാണിയെ പോലുള്ള ആളുകൾ പോലും കൂടിച്ചേർന്നത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ മണ്ണിൽ. ഒരുപക്ഷെ ഈ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്ന പോരാട്ടത്തിൽ നേതൃത്വം നൽകി മൗലാന മുഹമ്മദ് അലിയെ പോലെ, മൗലാന ഷൗക്കത്ത് അലിയെ പോലെ, അതുപോലെ മൗലാന അബുൽ കലാം ആസാദിനെ പോലെ ഇന്നും ഇന്ത്യ ഗേറ്റിലെ മണ്ണിൽ എഴുതി വെച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളെ പേരുകൾ എടുത്തു നോക്കൂ. ബ്രിട്ടീഷുകാരോട് ഏറ്റവും വലിയ സമരം ചെയ്തത് മുസ്ലിം സമൂഹമാണ്, മുസ്ലിം മതപണ്ഡിതന്മാരാണ്, ദൈവബന്ധു ഉലമാക്കളാണ്, കാസിം നാനോത്തവിയാണ്, അല്ലാമ ശിബിലി നുഅ്മാനിയാണ്. അങ്ങനെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രം നിങ്ങൾ ഒരു വേള ഓർക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ മലബാറിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, പൊന്നാനിയുടെ മണ്ണിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ അറിയണം, ഇന്ത്യ രാജ്യത്ത് നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ആരും വിചാരിക്കരുത് അത് മഹാത്മാഗാന്ധിജിയുടെ ഏതോ അഹിംസയുടെ അടിസ്ഥാനത്തിലുള്ള സഹന സമരത്തിലൂടെ കിട്ടിയ സ്വാതന്ത്ര്യമാണ് എന്ന് വിചാരിക്കണ്ട. ഗാന്ധിയുടെ സഹന സമരത്തിൽ പങ്കുണ്ട് എന്ന് പറയാം, പക്ഷെ ഗാന്ധിജിയുടെ സഹന സമരത്തിലൂടെ മാത്രം കിട്ടിയ സ്വാതന്ത്ര്യ പോരാട്ടമല്ലത്. 100 വർഷക്കാലം ഈ രാജ്യം പറ്റ ബ്രിട്ടീഷുകാരോട് സാക്ഷാൽ ബാലാകോട്ട് യുദ്ധം മുതൽ പിന്നീട് 1857 ശിപായി ലഹള എന്ന പേരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ഈ ഇന്ത്യയുടെ മണ്ണിൽ സാക്ഷാൽ ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിൽ, ഹൈദറിന്റെ നേതൃത്വത്തിൽ മൈസൂർ സുൽത്താൻമാരുടെ പോരാട്ട വീര്യം മുതൽ ഈ മലബാറിന്റെ മണ്ണിൽ, ഈ പൊന്നാനിയുടെ മണ്ണിൽ, വെളിയങ്കോടിന്റെ മണ്ണിൽ ഉമർ ഖാലി മുതൽ പൊന്നാനിയിലും തിരൂരങ്ങാടിയിലും തിരൂരും താനൂരും മണ്ണാർക്കാടും ചെർപ്പുളശ്ശേരിയിലും പൂക്കോട്ടൂരും ചെറൂരും പടപ്പാട്ടിലൂടെ ആ രൂപത്തിൽ ഈ കേരളത്തിലെ മണ്ണിൽ, മലബാറിന്റെ മണ്ണിൽ, വള്ളുവനാടിന്റെയും എറണാടിന്റെയും നിലമ്പൂരിന്റെയും ഒക്കെ മണ്ണിൽ നടത്തിയ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും അലി മുസ്ലിയാരുടെയും ചെമ്പൻ പോക്കരുടെയും അത്തൻ കുരുക്കലുടെയും അതുപോലെ സ്വാതന്ത്ര്യ സമര പോരാളികളെ ധീരോദാത്തമായ പോരാട്ടങ്ങൾക്ക് മുമ്പിലാണ് ബ്രിട്ടീഷുകാർ വെള്ളം കുടിച്ചത്. മുസ്ലിങ്ങൾക്ക് ആത്മാഭിമാന ബോധമുള്ള സമൂഹമാണത്, അന്തസ്സുള്ള സമൂഹമാണ്. സാമ്രാജ്യത്വത്തോട് കീഴടങ്ങുന്നവരല്ല ഞങ്ങൾ. അത് ഇന്ത്യയിൽ മാത്രം, ലോകത്തെവിടെയും. ഇവിടെ എന്നല്ല, ലോകത്തിന്നും ലോകത്ത് മുസ്ലിങ്ങൾ പ്രശ്നവൽക്കരിക്കപ്പെടാൻ കാരണം, മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടാൻ കാരണം അമേരിക്കൻ സാമ്രാജ്യത്വത്തോട് നോ പറയുന്നത് കൊണ്ടാണ്, അമേരിക്കൻ സാമ്രാജ്യത്വത്തോട് ധീരമായി എതിർക്കുന്നത് കൊണ്ടാണ് ഇന്ന് ലോകം മുഴുവൻ മുസ്ലിങ്ങൾ ഭീകരവാദികളാകുന്നത്. സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്വത്തോട് ഇസ്ലാമിക ലോകം പ്രതിഷേധിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമായി ലോകം മുഴുവൻ നിയന്ത്രിച്ച ബ്രിട്ടീഷുകാരോട് ലോകം മുഴുവൻ പടവെട്ടിയത് ആരാണ്? ഇന്ത്യയിൽ ആരാണ്? അതുപോലെ മുസ്ലിം നാടുകളിലൊക്കെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് മുസ്ലിങ്ങളാണ്. ഫ്രഞ്ചുകാരോട്, പറങ്കികളോട്, സ്പെയിനുകാരോട്, റോമയോട്, പേർഷ്യയോട്, ബൈസന്റാനിയോട്, ചരിത്രത്തിൽ കണ്ട മുഴുവൻ സാമ്രാജ്യത്വങ്ങളോടും ശ്രദ്ധിക്കണം. ചരിത്രം കണ്ട മുഴുവൻ റോമൻ സാമ്രാജ്യം, പേർഷ്യൻ സാമ്രാജ്യം, ബൈസന്റാനിയൻ സാമ്രാജ്യം, മംഗോളിയൻ താർത്താരി സാമ്രാജ്യം, ചെങ്കിസ് ഖാന്റെ സാമ്രാജ്യം, പിന്നീട് പോർച്ചുഗീസ് സാമ്രാജ്യം, പിന്നീട് സ്പാനിഷ് സാമ്രാജ്യം, പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യം, ഇറ്റാലിയൻ സാമ്രാജ്യം, ഹോളണ്ട് സാമ്രാജ്യം, അമേരിക്കൻ സാമ്രാജ്യം, ചരിത്രത്തിൽ മുഴുവൻ സാമ്രാജ്യങ്ങളോടും ഇസ്ലാമിക സമൂഹം ശക്തമായി പടവെട്ടിയിട്ടുണ്ട്, പോരാടിയിട്ടുണ്ട്. കാരണം ഇസ്ലാമിന്റെ പ്രത്യേകത അങ്ങനെ കീഴടങ്ങുന്ന ഒരു സമൂഹമല്ല. അങ്ങനെ അക്രമികളുടെ മുമ്പിൽ, അനീതി ചെയ്യുന്നവരുടെ മുമ്പിൽ, അധിനിവേശകരുടെ മുമ്പിൽ, ചൂഷകരുടെ മുമ്പിൽ, മർദ്ദകരുടെ മുമ്പിൽ, അനീതി ചെയ്യുന്ന മുമ്പിൽ കീഴടങ്ങാൻ പാടില്ല, അവർക്ക് മുമ്പിൽ തോറ്റുകൊടുക്കാൻ പാടില്ല. സുജൂദ്, നിങ്ങൾ ഇപ്പൊ പള്ളിയിൽ എല്ലാവരും നമസ്കരിക്കുന്നുണ്ട്, ഇപ്പൊ സുജൂദ് ചെയ്യാറുണ്ട്, റുക്കൂഅ് ചെയ്യാറുണ്ട്. എന്താ എന്റെ അർത്ഥം? ഈ ലോകത്ത് ദൈവത്തിനു മുന്നിൽ മാത്രമേ നാം കീഴടങ്ങാവൂ, ദൈവത്തിന്റെ നിയമങ്ങൾ മാത്രമേ നാം അനുസരിക്കാവൂ, ദൈവത്തിന് മാത്രമേ നാം വഴങ്ങി ജീവിക്കാവൂ. ഇവിടുത്തെ അക്രമികൾ, ഇവിടുത്തെ അനീതി ചെയ്യുന്നവർ, ഇവിടുത്തെ അഴിമതിക്കാർ, ഇവിടുത്തെ ചൂഷകന്മാർ, ഇവിടുത്തെ വർഗീയവാദികൾ, ഇവിടുത്തെ ആയുധ കച്ചവടക്കാർ, ഇങ്ങനെ ലോകത്ത് എല്ലാ തിന്മകളോടും എല്ലാ കാലഘട്ടങ്ങളിലും കീഴടങ്ങാത്തൊരു മനസ്സും ആദർശവുമാണ് ഇസ്ലാമിൻ്റെത്. അതുകൊണ്ട് ചരിത്രത്തിൽ കണ്ട എല്ലാ സാമ്രാജ്യത്വങ്ങളുമായിട്ട് ഇസ്ലാമിക ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ആ ഏറ്റുമുട്ടൽ ചരിത്രം ഈ മലബാറിന്റെ മണ്ണിനുമുണ്ട്. ഈ കോഴിക്കോട്ടെ കടപ്പുറത്ത്, കാപ്പാട്ടെ കടപ്പുറത്ത് കപ്പലിറങ്ങിയ വാസ്കോ ഡ ഗാമ കോഴിക്കോടിന്റെ മണ്ണിൽ, അന്ന് ഈ കോഴിക്കോട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സാമൂതിരി രാജാവാണ്. ആ സാമൂതിരി എന്ന് പറയുന്ന നായർ രാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ ഈ പറയുന്ന പറങ്കികളുടെ ചൂഷക നേതാവായ വാസ്കോ ഡ ഗാമ കടന്നു വന്ന് ആ നാട്ടിലെ കച്ചവടത്തിന് മൊണോപ്പൊളി ഏറ്റെടുത്ത് കച്ചവടം എനിക്ക് നൽകണമെന്ന് പറഞ്ഞ് ആ നാട്ടിലെ കൊള്ളയടിക്കാൻ ശ്രമിച്ചപ്പോ ഈ പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം, പൊന്നാനിയുടെ ചരിത്രം നിങ്ങൾ ഓർക്കണം.
പൊന്നാനിയുടെ ചരിത്രം ഞങ്ങൾക്കറിയാം. പൊന്നാനി ചരിത്രം ഞങ്ങൾക്കറിയാം. ഈ പൊന്നാനിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഗ്രന്ഥ രചന അദ്ദേഹമാണ്. പ്രിയമുള്ളവരെ, സാക്ഷാൽ കൊച്ചിയിലെ കച്ചവടക്കാരായിരുന്ന കുഞ്ഞാലി മരക്കാർമാരെ കോഴിക്കോട്ടിന്റെ മണ്ണിലേക്ക് പോയിട്ട് സാമൂതിരിയോടൊപ്പം നിൽക്കണം. അങ്ങനെ സാമൂതിരിയുടെ കൂടെ നിന്നുകൊണ്ട്, പ്രിയമുള്ള നായർ സമൂഹത്തിന് കൂടെ നിന്നുകൊണ്ട്, ഹിന്ദു സമൂഹത്തിന് കൂടെ നിന്നുകൊണ്ട്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്ന് പോർച്ചുഗീസുകാർക്ക് നടത്തിയ സമരമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ നടന്ന ഒന്നാമത്തെ ജിഹാദ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ, മുജാഹിദുകൾക്ക് ഒരു ഉപഹാരം എന്ന പുസ്തകം എഴുതിയ ആ പൊന്നാനിലെ സൈനുദ്ദീൻ മഖ്ദൂം, ഞാൻ പറയുന്നത് ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും പറങ്കികളോട് ഒന്നാമതായി ധീരോദാത്തമായി സമരം ചെയ്തത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ചേർന്നുകൊണ്ടാണ്. എന്ന് മാത്രമല്ല, സാമൂതിരി അന്നത്തെ ഹിന്ദുക്കളോട് പറഞ്ഞു, നിങ്ങൾക്കൊരപ്പൻ ഇസ്ലാം സ്വീകരിക്കൂ, നിങ്ങൾക്കൊരപ്പൻ മുസ്ലിങ്ങളാകൂ. കാരണം നാവിക പടയുണ്ടാകണമെങ്കിൽ, കടൽ കടന്ന് യുദ്ധം ചെയ്യണമെങ്കിൽ, കച്ചവടം ചെയ്യണമെങ്കിൽ മുസ്ലിങ്ങൾക്ക് കഴിയൂ. എന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾ നല്ലവരായിരുന്നു, മുസ്ലിങ്ങൾ സത്യസന്ധരായിരുന്നു, മുസ്ലിങ്ങൾ വഞ്ചിക്കുന്നവരായിരുന്നില്ല, മുസ്ലിങ്ങൾ ചതിക്കുന്നവരായിരുന്നില്ല, മുസ്ലിങ്ങൾ ഭീരുക്കളായിരുന്നില്ല, മുസ്ലിങ്ങൾ പേടിത്തൊണ്ടന്മാരായിരുന്നില്ല. അവർ ആർജവമുള്ളവർ. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. അന്നും ഇന്നും എങ്ങും അങ്ങനെ തന്നെയാണ്. പ്രിയമുള്ളവരെ, അതിൻ്റെതായ പ്രശ്നം ഇസ്ലാമിക സമൂഹത്തിലുണ്ട്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലൊരു വിധി വന്നിട്ടുണ്ട്. കേരളത്തെ ക്രൈസ്തവ സമൂഹത്തോട്, കത്തോലിക്ക സഭയോട്, നിങ്ങൾ RSS കൂടെ ചേർന്നുകൊണ്ട് മുസ്ലിങ്ങളെതിരെ വെറുതെ തെറി പറഞ്ഞില്ലേ, വെറുതെ ചീത്ത പറഞ്ഞില്ലേ? ഇന്നിതാ നിങ്ങളുടെ രാഷ്ട്രീയം ഫ്രാങ്കോ മുളയ്ക്കൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട പുരോഹിതൻ, എല്ലാവരും കേരളീയ മണ്ഡലത്തിൽ, പൊതുമണ്ഡലത്തിൽ എല്ലാവർക്കും മനസ്സിലായി അദ്ദേഹം ക്രിമിനലാണ്, അദ്ദേഹം പെണ്ണുപിടിയനാണ്, വ്യഭിചാരിയാണ്. ആ വ്യഭിചാര ആരോപണം ഉന്നയിച്ച പാവപ്പെട്ട കന്യാസ്ത്രീകൾ കേരളത്തിലെ കത്തോലിക്ക സഭ ആരുടെ കൂടെയാണ് നിന്നത്? കേരളത്തിലെ കത്തോലിക്ക സഭ ആരുടെ കൂടെ നിന്നത്? ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കൂടെ നിന്നില്ലേ? RSSന്റെ കൂടെ മാത്രമല്ല, ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കൂടെ നിൽക്കുന്ന, ജൂദാസിന്റെ കൂടെ നിൽക്കുന്ന കത്തോലിക്ക സഭ യേശുവിന്റെ കൂടെയല്ല. യേശുവിന്റെ മണവാട്ടിമാരായ പാവപ്പെട്ട കന്യാസ്ത്രീകൾ അവർ ഒറ്റപ്പെടുത്തിയില്ലേ? അവരെ ചതിച്ചില്ലേ? അവർ വഞ്ചിച്ചില്ലേ? അവരെ കൂടിയല്ലേ ഇവിടുത്തെ ഭരണകൂടമുള്ളത്? ഈ കേരളത്തിലെ ഗവൺമെന്റ് പ്രോസിക്യൂഷൻ പോലും തോറ്റു കൊടുത്തില്ലേ? ഇപ്പൊ ചില സഖാക്കളൊക്കെ ഫേസ്ബുക്ക് വലിയ വർത്താനം പറയുന്നുണ്ട്. പ്രിയമുള്ള സഖാക്കളെ, നിങ്ങൾക്കൊന്നും നട്ടല്ലില്ല, നിങ്ങൾക്ക് വാഴപ്പിണ്ടിയാണുള്ളത്, നട്ടല്ലില്ല. വെറുതെ വർത്തമാനം പറയാനേ പറ്റൂ. ഈ ഫ്രാങ്കോ മുളയ്ക്കലിനെ പിന്തുണച്ചതാരാണ്? ഫ്രാങ്കോ മുളയ്ക്കലിന് അനുകൂലമായി പൊതുബോധം സൃഷ്ടിച്ചതാരാ? ഫ്രാങ്കോ മുളയ്ക്കലിൽ നിന്ന് ധീരമായി നടപടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഒരു മേഖലയിൽ സാധിച്ചിട്ടില്ല. ഈ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ പാലാ ബിഷപ്പ് നടത്തിയ വർഗീയതയുടെ വിഷം, കേരളത്തിലെ പൊതുമണ്ഡലത്തെ വിഷം നിറച്ച വർഗീയ പ്രസ്താവന ഇറക്കിയ പാലാ ബിഷപ്പിനെ പോയി നിങ്ങൾ സന്ദർശിച്ചില്ലേ? നിങ്ങൾ മഹാനാണ് അദ്ദേഹം എന്ന് പറഞ്ഞില്ലേ? നിങ്ങളുടെ മന്ത്രി പോയി പിന്തുണ കൊടുത്തില്ലേ? നിങ്ങൾ ആർക്കാ പിന്തുണ കൊടുത്തത്? ആർക്കെതിരെ പിന്തുണ കൊടുത്തത്? അവസാനം സഖാവ് വാസവൻ പറഞ്ഞല്ലോ, തീവ്രവാദികളാ എന്ന് പറഞ്ഞു. തീവ്രവാദികളാ എന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് തോൽപ്പിക്കാൻ വേണ്ടി വിചാരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഈ രൂപത്തിൽ അനീതിയുടെ കൂടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കൂടെ ചേർന്നവരുണ്ട്, പറങ്കികളെ കൂടെ ചേർന്നവരുണ്ട്, ബ്രിട്ടീഷുകാരെ കൂടെ ചേർന്നവരുണ്ട്, അതിന് വരെ ഏക്കറകണക്കിന് സ്ഥലങ്ങൾ കിട്ടിയവരുണ്ട്, അതിലൂടെ ഒരുപാട് മഠങ്ങളും ആശ്രമങ്ങളും ഉണ്ടാക്കി വെച്ചവരുണ്ട്. മുസ്ലിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്ന മുസ്ലിങ്ങളുടെ ധീരമായ സത്യസന്ധമായ രാഷ്ട്രീയ ബോധം, ആ രാഷ്ട്രീയ ബോധം കൊണ്ടാണ് പറങ്കികളോട് ഏറ്റുമുട്ടിയത്, ചാലിയങ്കോട്ട പിടിച്ചടക്കിയത്. കുഞ്ഞാലിമാർക്കാർ 1, കുഞ്ഞാലിമാർക്കാർ 2, കുഞ്ഞാലിമാർക്കാർ 3, കുഞ്ഞാലിമാർക്കാർ 4 ഉൾപ്പെടെയുള്ള കുഞ്ഞാലിമരക്കാർമാരെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് നീണ്ട വർഷങ്ങളോളം പറങ്കികളോട് ഏറ്റുമുട്ടിയിട്ടാണ് പോർച്ചുഗീസുകാരെ ഈ കേരളത്തിലെ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിച്ചത്. അല്ലെങ്കിൽ കേരളം ഗോവയാകുമായിരുന്നു. ഞാൻ പറഞ്ഞ പറങ്കികൾക്ക് ശേഷം കടന്നു വന്ന ബ്രിട്ടീഷുകാർ, ആ ബ്രിട്ടീഷുകാരെ ടിപ്പു സുൽത്താൻ. ഇന്ന് ടിപ്പു എന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും പേടിയാ. ടിപ്പു എന്ന് കേൾക്കുമ്പോ ഇവിടുത്തെ RSSന് വല്ലാത്ത വെറുപ്പാ. ടിപ്പു എന്ന് കേൾക്കുമ്പോ ഈ രാജ്യത്തെ പല ആളുകൾക്കും വലിയ പേടിയാ. പണ്ട് CPM-ഉം ഇടതുപക്ഷമൊക്കെ അതിന് വലിയ, ഇപ്പൊ അവർക്കിപ്പോ BJP കാഴ്ചപ്പാടിന് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്, സങ്കൂര് ഭാഷയിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ടിപ്പു സുൽത്താനാണ് കേരള നവോത്ഥാനത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഈ കേരള, നിങ്ങളുടെ പൊന്നാനി, ഈ മലബാറിന്റെ മണ്ണിൽ ടിപ്പു വന്നപ്പോ ഇവിടുത്തെ അവസ്ഥ എന്തെന്നറിയോ? ഇതൊന്നും ആരും മറക്കരുത്. ടിപ്പു വന്നപ്പോൾ ഈ നാട്ടിൽ പൊതുവഴികളില്ല. ഈ രാജ്യത്തെ മണ്ണ് മുഴുവൻ ജമീന്ദാർമാരുടെ ജന്മിമാരുടെ കൈകളിലാണ്. നിങ്ങളുടെ പൊന്നാനിയും
അപ്പുറത്തെ കുറ്റിപ്പുറവും ഇപ്പുറത്തെ എടപ്പാളും ഉൾപ്പെടെയുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ 20,000 30,000 ഏക്കർ വരുന്ന ഭൂമി മുഴുവൻ ഇവിടുത്തെ ബ്രഹ്മസ്വത്തിന്റെ പേരിൽ, ദേവസ്വത്തിന്റെ പേരിൽ ഈ നാടിന്റെ മണ്ണ് പോലും പ്രിയമുള്ളവരെ പാവപ്പെട്ടവന് കൊടുത്തിരുന്നില്ല, കർഷകന് കൊടുത്തിരുന്നില്ല, മുസ്ലിമിന് കൊടുത്തിരുന്നില്ല. ഇവിടുത്തെ ഈഴവന് മണ്ണില്ല, ദളിതന് മണ്ണില്ല. പറയനും പുലിയനും ഈഴവനും അതുപോലെ അരയ സമാജത്തിൽപ്പെട്ട ഇന്ന് BJP-യുടെയും RSS-ന്റെയും മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന പ്രിയപ്പെട്ട സംഘപരിവാറിന്റെ സംഘപരിവാറിന്റെ പ്രവർത്തകരെ, നിങ്ങൾക്കറിയോ ഈ നാടിന്റെ മണ്ണിൽ അരിയന്മാർക്ക് ഭൂമി ഉണ്ടായിരുന്നില്ല, ഇവിടെ ദളിതന് ഭൂമി ഉണ്ടായിരുന്നില്ല, പറയനും പുലിയനും ഭൂമി ഉണ്ടായിരുന്നില്ല, ഈഴവന് പോലും ഭൂമി ഉണ്ടായിരുന്നില്ല. ഭൂമി മുഴുവൻ സവർണരുടെ കൈകളിലായിരുന്നു. അവരുടെ കൈകളിൽ നിന്നും ഭൂമി വാങ്ങിയിട്ട് കർഷകന് പണിയെടുക്കുന്നവർ കൊടുത്തത് പ്രിയമുള്ള ടിപ്പു സുൽത്താനാണ്. നിങ്ങൾക്കറിയോ പൊതുവഴിയിലൂടെ നടക്കാൻ പറ്റില്ലായിരുന്നു. എന്തിനാ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? എന്തിനാ പ്രിയമുള്ളവർ പാലിയം സമരം നടന്നതെന്ന് അറിയുമോ നിങ്ങൾക്ക്? പ്രിയമുള്ളവരെ, എന്തിനാണ് വൈക്കം സത്യാഗ്രഹം നടന്നതെന്ന് അറിയുമോ നിങ്ങൾക്ക്? സാക്ഷാൽ മഹാത്മാഗാന്ധിജി കേരളത്തിൽ വന്നിട്ട് ആ സാക്ഷാൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ മണ്ണിൽ പോയിട്ട് ഇണ്ടത്തുരുത്തിയിലെ അവിടുത്തെ തറവാട്ട് മുറ്റത്തിൽ പോയിരുന്ന് ഗാന്ധിജി ഇറക്കി വിട്ട ചരിത്രം നിങ്ങൾക്കറിയുമോ? ആ വൈക്കം ക്ഷേത്രത്തിന്റെ ചുറ്റു റോട്ടിലൂടെ പോലും നടക്കാൻ പോലും പാടില്ലാത്ത ചരിത്രം നിങ്ങൾക്കറിയുമോ? അങ്ങനെ ഈ കേരളത്തിന്റെ മണ്ണിൽ വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുണ്ട്, ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിട്ടുണ്ട്, ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നിട്ടുണ്ട്, പാലിയം സമരം നടന്നിട്ടുണ്ട്, ഇരിങ്ങാലക്കുടയിലെ കുടൽമാണിക്യ സമരം നടന്നിട്ടുണ്ട്. അഥവാ ഈ നാട്ടിന്റെ പൊതുവഴികളുടെ ഈ രാജ്യത്തെ പിന്നാക്ക ജനവിഭാഗക്കാർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കിട്ടിയത് യഥാർത്ഥത്തിൽ പ്രിയമുള്ള ഇസ്ലാമിക സമൂഹം ഈ നാട്ടിലേക്ക് വന്നപ്പോഴാ. മുസ്ലിങ്ങളിലെ സംസ്കാരങ്ങളും മുസ്ലിം ടിപ്പു സുൽത്താൻ വന്നതോട് കൂടിയിട്ടാ പെണ്ണുങ്ങൾ മാറുമറക്കാൻ തുടങ്ങിയത്, സ്ത്രീകൾക്ക് അന്തസ്സുണ്ടായത്, അഭിമാനമുണ്ടായത്. ഇവിടുത്തെ സവർണന്മാർക്ക്, ഇവിടുത്തെ നമ്പൂതിരിമാർക്ക് സംബന്ധം നിർത്തണോ സംബന്ധം എന്ന് പറഞ്ഞത് സാക്ഷാൽ ടിപ്പുവാണ്. സംബന്ധം നിർത്തിയത് ടിപ്പുവാണ്. പൊതുവഴികൾ ഉണ്ടാക്കിയത്, പൊതു റോഡുകൾ ഉണ്ടാക്കിയത് ടിപ്പുവാണ്. ഭൂമി കൊടുത്തത് ടിപ്പുവാണ്. ഇവിടുത്തെ സാധാരണക്കാരെ ഹിന്ദുക്കൾക്ക് മാറുമറക്കാൻ സ്വാതന്ത്ര്യം കൊടുത്ത ടിപ്പുവാണ്. ആ ടിപ്പുവിന്റെ ഭരണം വന്നതുകൊണ്ട് ഈ കേരളത്തിൽ നവോത്ഥാനത്തിൽ ഏറ്റവും വലിയ പങ്കുവെച്ച ടിപ്പു സുൽത്താന. അവിടുന്ന് ഞാൻ പറഞ്ഞു, ടിപ്പു സുൽത്താന് ശേഷം വീണ്ടും ഈ കേരളത്തിന്റെ മണ്ണിൽ ടിപ്പു സുൽത്താന്റെ പരാജയത്തിന് ശേഷം വീണ്ടും ഈ കേരളത്തിന് നമ്മുടെ ബ്രിട്ടീഷുകാർ ഭരിച്ചു. ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി വീണ്ടും ജന്മിമാർ തിരിച്ചു വന്നു. അവിടെയാണ് അടുത്ത സമരം തുടങ്ങുന്നത്. അവിടെയാണ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലബാറിന്റെ പോരാളികൾ. പ്രിയമുള്ള സഹോദരന്മാരെ, ആ വാര്യംകുന്നന്റെ ഒക്കെ സിനിമ വരുമ്പോൾ എല്ലാവർക്കും പേടിയാ. എന്റെ പേടിക്കണേ, സംഘപരിവാർ പ്രചരിപ്പിക്കുന്നുണ്ട് 921 സമരം എന്ന് പറയുന്നത് അത് ഹിന്ദു വിരുദ്ധ കലാപമായിരുന്നു, അത് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തിരുന്നു, വാര്യംകുന്ന് തെമ്മാടിയായിരുന്നു എന്നൊക്കെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർ പറയാതിരിക്കില്ലല്ലോ, കാരണം അവരുടെ ദർശനം എന്ന് പറയുന്നത് ബ്രാഹ്മണ്യമായിരുന്നു, സവർണ രാഷ്ട്രീയമായിരുന്നു. സവർണ രാഷ്ട്രീയത്തിന്റെ ഈ ചൂഷണമുണ്ടല്ലോ, ഈ ഐത്തമുണ്ടല്ലോ, ഈ തീണ്ടലുണ്ടല്ലോ, ഈ സതിയുണ്ടല്ലോ, ഈ പൊതു സമൂഹത്തിലെ പിന്നാക്ക ജനവിഭാഗങ്ങളെ മാറ്റി നിർത്തിയ സംസ്കാരമുണ്ടല്ലോ, അത് ഈ നാട്ടിൽ ഇല്ലാതെ പോകാൻ കാരണം ഇസ്ലാമി നാട്ടുകാരാണ്. ജനങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ചു. ഇവിടെ കാണുന്ന ഈ മുസ്ലിങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേതെങ്കിലും അർത്ഥത്തിൽ ഏതോ കർക്കിടകം പെയ്തപ്പോ, തുലാവർഷം പെയ്തപ്പോ ആകാശത്ത് പെയ്തിറങ്ങിയവരല്ല. ഞങ്ങളൊക്കെ ഈ രാജ്യത്തെ പഴയ ഹിന്ദുക്കളാ. സാക്ഷാൽ വെളിയങ്കോട്ട് ഉമ്മറക്കാതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണോ കൃത്രിമമായി അഭിമാനിക്കുന്നത്? നിങ്ങളുടെ ആബാവുകളും നിങ്ങളുടെ അജിതാദികളൊക്കെ ആശാരി മൂശാരി തട്ടൻ ആശാരിമാരും മൂശാന്മാരും തട്ടന്മാരും പണിയന്മാരും ഒക്കെയായിരുന്നോ നിങ്ങളുടെ വാപ്പമാരും വല്യപ്പമാരും? അഥവാ ഈ നാട്ടിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ രാജ്യത്തെ പിന്നാക്ക ജനവിഭാഗങ്ങളിൽ നിന്നും മതം മാറി വന്ന് ഇസ്ലാം സ്വീകരിച്ചതാ. ഇന്നും മതം മാറ്റം എന്ന് കേൾക്കുമ്പോ RSS-ന് പേടി എന്താ? സംഘപരിവാറിന് പേടി എന്താ? മതം മാറ്റം. പ്രിയമുള്ളവരെ, ഇന്നും അവർക്കറിയാം ഈ രാജ്യത്ത് യഥാർത്ഥ ഇസ്ലാമിക സമൂഹത്തിന്റെ നന്മകളും മൂല്യങ്ങളും ഈ രാജ്യത്തെ ജനങ്ങൾ അറിയരുത്. ഈ രാജ്യത്ത് ഇസ്ലാമിന്റെ നന്മയും മൂല്യങ്ങളും അറിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇസ്ലാമിക മൂല്യങ്ങൾ, ഖുർആനെങ്ങാനും പ്രവാചകന്റെ ജീവിതത്തെ എങ്ങാനും ഇസ്ലാമിക ദർശനത്തെ എങ്ങാനും ഈ രാജ്യത്തെ പൊതുസമൂഹം മനസ്സിലാക്കുകയും അറിയുകയും ചെയ്താൽ ജനങ്ങൾ ഇനിയും ഇസ്ലാം സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് ലോകത്ത് മുഴുവൻ ഇസ്ലാമോഫോബിയ ആളിക്കത്തിക്കുമ്പോഴും ഇറാഖിന്റെ മണ്ണിലും അഫ്ഗാന്റെ മണ്ണിലും അമേരിക്കയുടെ ബോംബറുകൾ, അമേരിക്കയുടെ മിസൈലുകൾ, കാർപ്പറ്റ് ബോംബുകൾ കൊണ്ടുപോയി ഇടുമ്പോഴും ഇസ്ലാമിന്റെ ആദർശം, വിശുദ്ധ ഖുർആന്റെ സന്ദേശം അമേരിക്കയിൽ പോലും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. അമേരിക്കയുടെ മണ്ണില് ഇസ്ലാം ഇസ് ദി ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് റിലീജിയൻ ഇൻ അമേരിക്ക. അമേരിക്കത്തിന് ഏറ്റവും വളരുന്ന മതം ഇസ്ലാമാണ്.
അമേരിക്കയില്, ബ്രിട്ടനില്, ഫ്രാൻസില്, ഇറ്റലിയില്, യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടനിലെ ആർച്ച് ബിഷപ്പ് പോലും പറയും ഇസ്ലാമിക ശരീഅത്ത് അത് ഇംഗ്ലണ്ടിൽ ആവശ്യമുണ്ട്, കാരണം ഞങ്ങളുടെ കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുക. അഥവാ നല്ലൊരു കുടുംബജീവിതമുള്ളത് ഇസ്ലാമിലാണ്. ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, സ്ത്രീകൾ അടിമകളാണ്, സ്ത്രീകളെ പർദ്ദ ധരിപ്പിക്കുന്നു, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വേഷവും ഇസ്ലാമിന്റെ സംസ്കാരവും ഇസ്ലാമിന്റെ കുടുംബജീവിതവും സ്വീകരിക്കുന്ന ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന സ്ത്രീകളാണ്. വിമൻസ് എംബ്രേസിംഗ് ഇസ്ലാം. ഫാത്തിമ ഹരീരിയെ പോലെ, ഇവോൺ റിട്ലിയെ പോലെ, ഫാത്തിമ ഹരീരിയെ പോലെ, ലോറൻ ബൂത്തിനെ പോലെ പെണ്ണുങ്ങളാണ് ധാരാളമായി ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ ജനങ്ങൾ ഏറ്റവും ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുക. ഇസ്ലാമിന്റെ സന്ദേശവും സൗന്ദര്യവും ഒക്കെ ആളുകൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാമിനെ തലയിൽ കൊണ്ടുപോയി തീവ്രവാദത്തിനും ഭീകരവാദത്തിനും മാസ്ക് വെച്ചിട്ടുള്ളത്. ഈ കേരളത്തിന്റെ മണ്ണിൽ പോലും ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാം സ്വീകരിക്കാൻ കാരണമെന്ത്? സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ. നിങ്ങൾ ഈ സഹോദരൻ അയ്യപ്പൻ ആർക്കെതിരെ സമരം ചെയ്തറിയോ? അയ്യങ്കാളി സമരം ചെയ്തത് ആർക്കെതിരാണ്? കുമാരനാശാൻ എഴുതിയത്, ദുരവസ്ഥ എഴുതിയത് എന്താണ്? ലീലയിൽ എഴുതിയത് എന്താണ്? ചണ്ടാല ഭിഷികൻ എന്താണ്? ചണ്ടാല ഭിഷികയുടെ ഉള്ളടക്കം എന്തെന്നറിയോ? ലീലയുടെ ഉള്ളടക്കം എന്തെന്നറിയോ? ദുരവസ്ഥയുടെ ഉള്ളടക്കം എന്തെന്നറിയോ? പ്രിയമുള്ള ഒരു രാജ്യത്തെ സവർണ സമൂഹത്തിന്റെ ചൂഷണങ്ങൾക്കെതിരെയുള്ള അവിടുത്തെ അവർണ ജനവിഭാഗം അനുഭവിച്ച ജാതീയതയെ തൊട്ടുകൂടായ്മയുമാണ് ആ ജാതീയതയിൽ നിന്നും ഈ രാജ്യത്തിന് മോചനം നൽകിയത്. തൊട്ടുകൂടായ്മ രാജ്യത്തെ ജനങ്ങൾ മോചനം നൽകിയത്. മനുഷ്യരെല്ലാവരും മനുഷ്യരാണ്, മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ്, സമന്മാരാണെന്ന ഇസ്ലാമിന്റെ സന്ദേശമാണ് പ്രിയമുള്ള രാജ്യത്തിന് സ്വാതന്ത്ര്യവും വിമോചനവും നൽകിയത്. ആ ബോധമാണ് മലബാറിന്റെ മണ്ണിൽ പോലും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തിൽ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് സിനിമയൊക്കെ വരുമ്പോൾ എല്ലാവരും ഭയപ്പെടുക. ഇനി അതുകൊണ്ട് ഇടതുപക്ഷക്കാർ പോലും ഇതൊരു കർഷക സമരമായി, വിമോചന സമരമായി. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്നത് മലയാള രാജ്യമാണ് ഉണ്ടാക്കിയത്, ഇസ്ലാമിക രാജ്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയമുള്ള അവർക്ക് വലിയ വർത്താനം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ സഖാക്കളോട് പറയുന്നു, അവരൊന്നും ഇസ്ലാമിക രാജ്യമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ അറിയണം, ഈ പൊന്നാനിയിലെ വെള്ളിയങ്കോട്ട് ഉമ്മർക്കാദി ഉണ്ടല്ലോ, അപ്പുറത്തെ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഉണ്ടല്ലോ, അലി മുസ്ലിയാരുണ്ടല്ലോ, ഈ മലബാറിന്റെ പോരാട്ടങ്ങളുണ്ടല്ലോ, ഇവിടുത്തെ കുഞ്ഞാലി മരക്കാരുണ്ടല്ലോ, സൈനുദ്ദീൻ മഖ്ദൂം ഉണ്ടല്ലോ. ഇവരൊന്നും സോഷ്യലിസ്റ്റുകളല്ല, ഇവരൊന്നും കമ്മ്യൂണിസ്റ്റുകളല്ല, ഇവരൊന്നും മതവിരുദ്ധരല്ല. മതസഹിത മതരഹിത മതേതരത്വമല്ല. മതവിശ്വാസത്തിന്റെ, ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് ജീവിച്ചപ്പോൾ അവർക്ക് സാമ്രാജ്യത്വത്തിന് സമരം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക പ്രത്യയശാസ്ത്രം 1921 പിന്നിട്ട് 2021, 2022 ജനുവരിയിൽ കടന്നു വന്ന ഈ പശ്ചാത്തലത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ മലബാറിന്റെ മണ്ണിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു ആണ്ടിന് ഞങ്ങൾ ആഘോഷിച്ചു. നിങ്ങൾ വെട്ടിമാറ്റിയ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ പേരുകൾ പുനരാവിഷ്കരിച്ചു. മലബാർ സമരത്തെ ഞങ്ങൾ ഓർത്തെടുത്ത അഭിമാനപൂർവ്വം. അത് ഓർത്തെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ മുതൽ പറങ്കികൾ വരെ ഈ രാജ്യത്തെ അധിനിവേശപ്പെടുത്തിയപ്പോൾ അവർക്കത് ധീരോദാത്തമായി സമരം ചെയ്ത പാരമ്പര്യമുള്ള ഒരു സമൂഹമാണ്. അവർ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ചവരാണ്. അതുകൊണ്ട് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ സിനിമ വരുമ്പോൾ അതൊരു മതേതര സിനിമ ആകില്ല എന്നതുകൊണ്ട് ഒരു 1921 സിനിമ ഇറക്കുമ്പോഴും ദാദാ സാഹിബ് ഇറക്കുമ്പോഴും ഏത് സിനിമ ഇറക്കിയാലും അതിലൊക്കെ അറിയാതൊരു മതേതരത്താണ് കലർത്തും. ഒരു മുസ്ലിം ഒരു തമ്മിൽ എന്തിനുണ്ടല്ലോ ഒരു മിശ്ര വിവാഹം, ഒരു മദ്യപിക്കുന്ന മുസ്ലിം ഇസ്ലാമിക ശരീഅത്തും ഇസ്ലാമിക സ്വത്വവും മുസ്ലിം സ്വത്വം ഇസ്ലാമിക വിശ്വാസം വെച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ കാണിക്കാൻ വലിയ പേടിയാണ് ഇവിടുത്തെ മതേതരന്മാർക്ക്. മുസ്ലിം സ്വത്വം, യഥാർത്ഥ ഇസ്ലാമിക മൂല്യങ്ങളോട് ജീവിക്കുന്നവര് ഭീകരവാദികളാകണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുസ്ലിം സ്വത്വത്തെ മറച്ചു പിടിച്ചുകൊണ്ട് അവരൊക്കെ മതേതരന്മാരാക്കി, അവരൊക്കെ ഇടതുപക്ഷക്കാരാക്കി, അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാക്കി. അങ്ങനെയാണ് കേരളത്തിലേക്ക് എപ്പോഴും സംസാരിക്കുന്നത്. പ്രിയമുള്ള സഖാക്കളെ, ഈ പറയുന്ന മലബാറിന്റെ മണ്ണിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നേതൃത്വം നൽകിയവരൊന്നും കമ്മ്യൂണിസ്റ്റുകളല്ല, സോഷ്യലിസ്റ്റുകളല്ല, സെക്യുലറിസ്റ്റുകളല്ല, മതനിഷേധികളല്ല, മതരഹിതരല്ല. അവർക്ക് ഇസ്ലാമിക പണ്ഡിതന്മാരാ, അവർ മുസ്ലിം ഉലമാക്കളാ. അതുകൊണ്ട് പൊന്നാനിൽ സാക്ഷാൽ മമ്പുറം സൈതലവി തങ്ങളും മമ്പുറം ഫസൽ പൂക്കോയ തങ്ങളാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ, തിരുരങ്ങാടിയ മണ്ണിൽ ഇവിടുത്തെ പിന്നാക്ക ഹിന്ദുക്കൾ പറഞ്ഞു കൊടുത്തത്, തിരുമേനിന്ന് വിളിക്കരുത്, അങ്ങൊന്നത് വിളിക്കരുത്, നിങ്ങൾ കുമ്പിളിൽ കഞ്ഞി കുടിക്കരുത്, കുമ്പിളിൽ കഞ്ഞി കുടിക്കില്ല എന്ന് പറ.
തിരുമേനി വിളിക്കരുത്, അങ്ങൊന്നും പറയരുത്, തമ്പരാനെന്ന് വിളിക്കരുത്, അടിയാനെന്ന് പറയരുത്, തല കുനിക്കരുത്, അവരെ എച്ചിന് ഭുജിക്കരുത്, തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം. നീ എന്ന് വിളിക്കുന്നത് നീ എന്ന് തിരിച്ചു വിളിക്കണം. പ്രിയപ്പെട്ട ചിക്കു എന്ന പേരും ചക്കി എന്ന പേരും ചിരുത എന്ന പേരും കുട്ടപ്പൻ എന്ന പേരും കുട്ടൻ എന്ന പേരും നല്ലൊരു പേരിടാൻ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള മനുഷ്യന് ഈ നാടിന്റെ മണ്ണിൽ സ്വാതന്ത്ര്യ വിമോചനം നൽകിയത് യഥാർത്ഥത്തിൽ മലബാറിലെ മാപ്പിള പോരാളികളുടെ നേതൃത്വങ്ങളുമാണ്. അതിന്റെ ബലത്തിലാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ, മലബാറിന്റെ മണ്ണിൽ ജനങ്ങൾ കൂട്ടമായി ഇസ്ലാം പോലും സ്വീകരിച്ചത്. അതുകൊണ്ട് ചരിത്രം നിങ്ങൾ ആരും മറക്കണ്ട. അതുകൊണ്ട് ഏതോ അർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിച്ച് ഭീകരവൽക്കരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണവും അധികാരം മുന്നോട്ട് നീക്കാമെന്നും നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല. പ്രിയമുള്ളവരെ, ഈ ഒരു പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇസ്ലാമിന്റെ സന്ദേശത്തെ വളരെ വികൃതമായി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന നിരീശ്വരവാദികളും യുക്തിവാദികളും അതുപോലെ നേരത്തെ പറഞ്ഞ ക്രൈസ്തവ സമൂഹത്തിലെ ചില പാതിമാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരെ ചേർന്നുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ചർച്ചയുടെ മറ്റൊരു ഭാഗമുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സംവാദത്തിന്റെ വക്താക്കളാൻ, സൗഹാർദ്ദത്തിന്റെ വക്താക്കളാൻ ഞങ്ങൾ ഇസ്ലാമിനെ പൊതുമണ്ഡലത്തിൽ സമർപ്പിച്ചു. ഒരുപക്ഷെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിങ്ങൾ മാത്രമൊന്നുമില്ല, കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെ ഇവിടുത്തെ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർത്തിരുത്തി സ്വതന്ത്രമായി കാര്യങ്ങൾ പറഞ്ഞ് സംവദിച്ച് ആയിരക്കണക്കിന് സംവാദ വേദികൾ സംഘടിച്ച പ്രസ്ഥാന ജമാഅത്ത് ഇസ്ലാമി. ആയിരക്കണക്കിന് സംവാദ വേദികളിലൂടെ ഇസ്ലാമിന്റെ സന്ദേശവും ഇസ്ലാമിന്റെ മൂല്യങ്ങളും ഒക്കെ പറ്റിതര സമൂഹങ്ങൾക്ക് മുമ്പിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയ പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം സംവാദത്തിലൂടെ ആദർശപരമായി ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ നല്ല ധൈര്യവും തന്റെയോടും ഞങ്ങൾക്കുണ്ട്. ഇസ്ലാമിക വിശ്വാസവും ഖുർആനിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പലരും. ഞാൻ പറഞ്ഞല്ലോ, പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച്, അവകാശത്തെ കുറിച്ചൊക്കെ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇസ്ലാം എന്ന ദർശനത്തെ കുറിച്ച് നിങ്ങൾ അറിയണം, ലോകം മുഴുവൻ ഇസ്ലാമിക ദർശനത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകൾ പോലും അറിയേണ്ടത്, നിങ്ങൾ ഒരു കാലഘട്ടത്തിൽ ലോകം ഭരിച്ചെന്ന കമ്മ്യൂണിസ്റ്റ് ലോകം ഇന്ന് എവിടെയാണ്? കമ്മ്യൂണിസ്റ്റ് ലോകം എവിടെയാണ്? സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ USSR എന്ന് പറയുന്ന പഴയ രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ കുറെ പ്രവിശ്യകൾ മുസ്ലിം പ്രവിശ്യകളായിരുന്നു, കുറെ പ്രവിശ്യകൾ ക്രിസ്ത്യൻ പ്രവിശ്യകളാണ്. ഇന്ന് ആ പ്രവിശ്യകളെല്ലാം, ചില വിഭാഗം ക്രിസ്ത്യൻ പ്രവിശ്യകൾ തിരിച്ചുപോയി, ബാക്കി മുസ്ലിം പ്രദേശങ്ങളെല്ലാം ഇസ്ലാമിക സമൂഹത്തിലേക്ക് തിരിച്ചുപോയി. ഉസ്ബെക്കിസ്ഥാനെ പോലെ, താജിക്കിസ്ഥാനെ പോലെ, തുർക്ക്മെനിസ്ഥാനെ പോലെ, അതുപോലെ ചെച്ചിനിയെ പോലുള്ള മുസ്ലിം പ്രദേശങ്ങളെല്ലാം ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് തിരിച്ചുപോയി എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. മുസ്ലിം നാടുകളിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളായിട്ട് അവർ പ്രവർത്തിച്ചു വന്നിരുന്നത് ഈജിപ്തിനെ പോലുള്ള, ലിബിയ പോലെ, തുർക്കി പോലെ, ടുണീഷ്യ പോലെ, ഇറാഖ് പോലെ, ഇറാൻ പോലുള്ള പ്രദേശങ്ങളിലേക്ക് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളായിട്ടാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിച്ചിരുന്നത്. സാക്ഷാൽ ജമാൽ അബ്ദുൽ നാസറിനെ പോലുള്ള നാസറിസ്റ്റുകൾ, സദ്ദാം ഹുസൈന്റെ ആദ്യ കാലഘട്ടത്തിലെ ജംഹൂരിയ, അതാണ് ജനാധിപത്യം, സോഷ്യലിസം, സ്വാതന്ത്ര്യം, ഇതായിരുന്നു സദ്ദാം ഹുസൈന്റെ മുദ്രാവാക്യം. ബയസിസ്റ്റ് പാർട്ടികൾ ഇന്നും സിറിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബഷാർ അൽ അസദിന്റെ നേതാപ്പായും ഹാഫിദുൽ അസദ്, ടുണീഷ്യ ഭരിച്ചുകൊണ്ടിരുന്ന ഒരുപക്ഷെ ഹബീബുർ റക്കീബ് പോലുള്ള ഭരണാധികാരികൾ, അഫ്ഗാനിസ്ഥാൻ മണ്ണിൽ ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, മുസ്ലിം നാടുകളിൽ ഒരു കാലഘട്ടത്തിൽ സുക്കാർണോവിന്റെ സുഹാർത്തിന്റെ നേതൃത്വത്തിൽ ഇന്തോനേഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു മുസ്ലിം നാടുകളിൽ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ ഇന്ന് സാക്ഷാൽ ഫലസ്തീന മണ്ണിലെ PLO, യാസർ അറാഫത്തിന്റെ PLO. പക്ഷേ നിങ്ങൾ അറിയണം, ആ സോഷ്യലിസ്റ്റ് ചേരികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാം ദുർബലപ്പെട്ടു പോയി. അവിടങ്ങളിലെല്ലാം ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നു. ഇഖ്വാനുൽ മുസ്ലിമൂൻ ഈജിപ്തിന്റെ മണ്ണിൽ പ്രിയ ഹർക്കത്ത് തജമ്മുഇന്നില്ല, അവിടുത്തെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളില്ല. യമന്റെ മണ്ണിൽ, സോമാലിയുടെ മണ്ണിൽ, ഇറാഖിന്റെ മണ്ണിൽ, സിറിയയുടെ മണ്ണിൽ, സുഡാന്റെ മണ്ണിൽ എല്ലാം ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ. അവിടെയാണ് മൗലാന മൗദൂദിയിലേക്ക് ഇന്നവർക്ക് പേടി. മൗലാന മൗദൂദി താടിക്കാരനെ ഭീകരിച്ച് മൗദൂദി എന്ന് പറഞ്ഞിട്ടാണ് ഇത് നാടുനീളെ തെറിയും ചീത്തയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മൗദൂദിയുടെ എഴുത്തുകൾ, മൗദൂദിയുടെ രചനകൾ സാക്ഷാൽ നിങ്ങൾ ഇതിനു മുമ്പ് ചരിത്രം കണ്ടിട്ടുള്ള ഓരോ കാറൽ മാർക്സിനെ പോലെ, ഡാർവിനിസം അവതരിപ്പിച്ചു, മാർക്സിസം അവതരിപ്പിച്ചു, മാർക്സിസം അവതരിപ്പിക്കുന്നു, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അവതരിപ്പിക്കുന്നു, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അവതരിപ്പിക്കുന്നു, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം അവതരിപ്പിക്കുന്നു, സർപ്ലസ് വാല്യൂ അവതരിപ്പിക്കുന്നു, ഡാർവിൻ കടന്നു വന്ന് ഡാർവിനിസം അവതരിപ്പിക്കുന്നു, ഹെഗൽ വന്ന് ഹെഗലിന്റെ പ്രയോജനാത്മകവാദം അവതരിപ്പിക്കുന്നു, സിഗ്മണ്ട് ഫ്രോയിഡ് വന്ന് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിസിസ് അവതരിപ്പിക്കുന്നു, ആധുനിക ഭൗതിക ചിന്താധാരകൾ അവതരിപ്പിക്കുന്നു. അവരുടെ മുമ്പിലാണ് മൗലാന മൗദൂദി വന്നത്. മൗലാന മൗദൂദി ഇതുപോലൊരു വേദിയില്
എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയാം, ആരാ മൗദൂദി എന്ന് പറയാൻ വേണ്ടി മനസ്സിലാക്കാം. നിങ്ങൾ വിചാരിക്കണ മാതിരി ഏതെങ്കിലും മത നിയമങ്ങൾ കൈകെട്ട് കുനൂത്ത് കൂട്ടുപ്രാർത്ഥന തറാവിനൊക്കത്ത് അങ്ങനെ ഏതോ മത ആത്മീയ ആചാര അനുഷ്ഠാനങ്ങൾ വിശദാംശങ്ങൾ എഴുതുകയും പറയുന്നത് പണ്ഡിതനല്ല മൗലാന മൗദൂദി. മൗലാന മൗദൂദി ആധുനിക ദാർശനികതയുടെ ലോകത്ത്, ആധുനിക പ്രത്യയശാസ്ത്ര സംവാദത്തിന്റെ ലോകത്ത്, ആധുനിക പ്രത്യയശാസ്ത്ര സംവാദത്തിന്റെ ലോകത്ത് കാറൽ മാർക്സ് ഇരുന്നു. കാറൽ മാർക്സ് മാർക്സിസം അവതരിപ്പിച്ചു, ഏംഗൽസും മാർക്സും കൂടി മാർക്സിസം അവതരിപ്പിച്ചു. ദാസ് ക്യാപിറ്റൽ ലോകത്തോട് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അവതരിപ്പിച്ചു. സഖാവ് ലെനിന്റെ നേതൃത്വത്തിൽ, സഖാവ് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ, ബ്രഷ്നേവിന്റെ കുഷ്നേവിന്റെ നേതൃത്വത്തിൽ എല്ലാം അവതരിപ്പിച്ച കമ്മ്യൂണിസം അത് ലോകത്ത് അവതരിപ്പിച്ചു. കാറൽ മാർക്സ് അവിടെ ഇരുന്നു. പിന്നെ ഏംഗൽസ് പിന്നീട് സാക്ഷാത് ഡാർവിൻ എഴുന്നേറ്റതുകൊണ്ട് തിയറി ഓഫ് എവല്യൂഷൻ അവതരിപ്പിച്ചു, അദ്ദേഹം അവിടെ ഇരുന്നു. അതിനുശേഷം ലോകത്ത് അറിയപ്പെട്ട ഹെഗലിനെ പോലുള്ള പ്രയോജനാത്മകവാദങ്ങൾ അവതരിപ്പിച്ചു. അതിനുശേഷം ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിഗ്മണ്ട് ഫ്രോയിഡിസം അവതരിപ്പിച്ചു. മതേതരത്വത്തിന്റെ, സോഷ്യലിസത്തിന്റെ, കമ്മ്യൂണിസത്തിന്റെ, ഭൗതിക ലിബറലിസത്തിന്റെ ഓരോ ചിന്താധാരകളും സൈദ്ധാന്തിക പ്രത്യയശാസ്ത്രങ്ങളും ലോകത്ത് അവതരിപ്പിച്ചു. ഇവരൊക്കെ അവതരിപ്പിച്ച ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളുടെ മുമ്പിൽ മൗലാന മൗദൂദി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇസ്ലാമിനെ അവതരിപ്പിച്ചു. ആ ഇസ്ലാം മൗലാന മൗദൂദി അവതരിപ്പിച്ചതോടെ കമ്മ്യൂണിസത്തെയും സോഷ്യലിസത്തെയും ഡാർവിനിസത്തെയും ഹെഗലിസത്തെയും ഫ്രോയിഡിസത്തെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട്, വിമർശിച്ചുകൊണ്ട്, അതിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രിയമുള്ള ഇസ്ലാമിനെ അവതരിപ്പിച്ചു. അങ്ങനെ പാശ്ചാത്യ ദർശനങ്ങളെ തലമണ്ടക്കടിച്ചു. പാശ്ചാത്യ ദർശനങ്ങളെ ദർശനങ്ങളെ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളെ ചോദ്യം ചെയ്ത് തകർത്ത വ്യക്തി അതാ മൗദൂദി. മൗദൂദി സാഹിബിന്റെ വിപ്ലവം അതാണ്. അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ദേഷ്യത്തിന് കാരണം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ആശയപരമായി സൈദ്ധാന്തികമായി എതിരിട്ട് പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമിയ. ഇപ്പോഴും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളെ വിമർശിക്കാൻ ഒരു പുതിയ കാരണം കൂടിയുണ്ട്. രാഷ്ട്രീയം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പിന്തുണച്ചൊരു കാലഘട്ടമുണ്ട്. അതുകൊണ്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, അങ്ങനെ കുറെ കാലം കമ്മ്യൂണിസ്റ്റുകാർ പിന്തുണച്ചില്ല, ഇപ്പൊ എന്തായി, ഇപ്പൊ സഹിച്ചോ, ഇപ്പൊ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണച്ചിട്ടുണ്ട്. ഇവിടെ മാത്രം ലോകം മുഴുവൻ പിന്തുണ വന്നിട്ടുണ്ട്. കമ്മ്യൂണിസം ആദ്യ കാലഘട്ടത്തിൽ ആ കമ്മ്യൂണിസത്തിന്റെ പൈശാചിക പ്രത്യയശാസ്ത്രം, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും ഇല്ലാത്ത ഭയങ്കര മനുഷ്യാവകാശം, ഭയങ്കര ജനാധിപത്യം, ഭയങ്കര മതേതരത്വം, ഭയങ്കര സ്വാതന്ത്ര്യം, എന്തോ മനുഷ്യാവകാശം, സ്വർഗീയ ലോകം എന്ന് ആരും വിചാരിക്കണ്ടോ. ലോകം കണ്ട ഗ്രേറ്റ് ബുച്ചേഴ്സ് ഓഫ് ദി വേൾഡ്, ലോകം കണ്ട ഏറ്റവും വലിയ കശാപ്പുകാര് എന്ന് പറയുന്നത് പ്രിയമുള്ള കമ്മ്യൂണിസ്റ്റ് ലോകത്തെ ഭരണാധികാരികളാണ്. സ്റ്റാലിനെ പോലെ, ലെനിനെ പോലെ, മാവോസിത്തുങ്ങിനെ പോലെ, കംബോഡിയയിലെ പോൾപോട്ടിനെ പോലെ, അൽബേനിയയിലെ അൻവർ ഹോജിയെ പോലെ ലോകം കണ്ട ഏറ്റവും വലിയ ഗ്രേറ്റ് ബുച്ചേഴ്സ് ഓഫ് ദി വേൾഡ് ഹിസ്റ്ററി, ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ കശാപ്പുകാരാണ്. എത്ര പേര് കമ്മ്യൂണിസ്റ്റ് ചരിത്രം കൊന്നു തിന്നിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? സ്റ്റാലിൻ ആരാന്നറിയോ നിങ്ങൾക്ക്? പോൾപോട്ട് ആരാന്നറിയോ നിങ്ങൾക്ക്? അൽബേനിയയിലെ അൻവർ ഹോജ ആരാന്നറിയോ നിങ്ങൾക്ക്? സുഹാർത്തോ ആരാന്ന് നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക്? ഇവരൊക്കെ ലോകം കണ്ട് ഏറ്റവും വലിയ ഒരു ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് ലോകത്തില്ല. ഇൻകിലാബ് സിന്ദാബാദ് വിളിക്കാൻ പോലും പ്രിയമുള്ള കമ്മ്യൂണിസ്റ്റ് ലോകത്ത് സ്വാതന്ത്ര്യമില്ല, പ്രതിപക്ഷമില്ല, സമരമില്ല, ഹർത്താലില്ല. ഇൻകിലാബ് സിന്ദാബാദ് വിളിക്കാൻ കഴിയില്ല. ജനാധിപത്യമില്ല, മതേതരത്വമില്ല, സ്വാതന്ത്ര്യമില്ല. ടോട്ടാലിറ്റേറിയസം, ഏകാധിപത്യം, സർവാധിപത്യം അത കമ്മ്യൂണിസ്റ്റ് ലോകത്ത്. സ്റ്റാലിന് പ്രതിപക്ഷം ഉണ്ടോ? സ്റ്റാലിന്റെ കാലത്ത് ഇലക്ഷൻ ഉണ്ടോ? സ്റ്റാലിന്റെ കാലഘട്ടം ചോദ്യം ചെയ്യാൻ മിണ്ടാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, കമ്മ്യൂണിസ്റ്റ് ലോകത്ത് ജനാധിപത്യമില്ല, ഇന്നില്ല, ചൈനയിലില്ല, ഉത്തര കൊറിയയിൽ പ്രിയമുള്ള ഇപ്പൊ ഭരിക്കണ കിം ഇൻ ഉൻ, കിം ഉൻ ആൻ, കിം ഇൻ ഉൻ, ഈ കിം ഇൻ ഉൻ, കിം അൻ ഉന്നാണ് വർഷങ്ങളായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അവിടെ ഒന്നൊരു ചോദ്യമില്ല, ഒരു തൊഴിലാളി സമരമില്ല, ഒരു ഹർത്താലില്ല, ഒരു ബന്ദില്ല, ഒരു ചോദ്യം ചെയ്യാൻ പോലും ഏകാധിപത്യത്തിന് ഭീകര കോട്ടങ്ങളായിരുന്നു കമ്മ്യൂണിസ്റ്റ് ലോകത്തെ നരകലോകം. അതുകൊണ്ട് ലോക കമ്മ്യൂണിസത്തിന്റെ മധുര മനോജ വർത്താനങ്ങളൊന്നും നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് പറയേണ്ടതില്ല. ആ പ്രത്യയശാസ്ത്രം പൊളിഞ്ഞുപോയി. ഇന്ന് നിലനിൽക്കുന്ന മുതലാളിത്ത കമ്മ്യൂണിസം അതിന്റെ കേരളീയം ഞാൻ പറയുന്നത്, അങ്ങനെ കമ്മ്യൂണിസം ലോകത്ത് തകർന്നു പോവുകയും അമേരിക്ക ഏകപക്ഷീയമായി പറഞ്ഞ ലോകത്ത് ശക്തിപ്പെടുകയും ചെയ്ത ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമി അത്ര ലോക തലത്തിൽ ഇസ്ലാമിക സമൂഹം പറയുന്നുണ്ട്, നിങ്ങൾ മുസ്ലിങ്ങളുടെ വിശ്വാസവും വ്യക്തിത്വം അനുവദിച്ചു തരികയാണെങ്കിൽ നിങ്ങളും നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് സാമ്രാജ്യത്വത്തിൽ ചെറുക്കാം. ഹ്യൂഗോ ഷാവേസിനെ പോലെ, ഒറട്ടേഗയെ പോലെ, ഫിഡൽ കാസ്ട്രോവിനെ പോലുള്ള അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ലോകത്തെ ബാക്കിയുള്ള നേതൃത്വങ്ങളോട് ലോകത്ത് ഇസ്ലാമിക സമൂഹം പറയുന്നുണ്ട്, നിങ്ങൾ മുസ്ലിങ്ങളുടെ വ്യക്തിത്വം സംബന്ധിച്ച് തരികയാണെങ്കിൽ, മുസ്ലിങ്ങളുടെ സ്വത്വം അനുവദിച്ച് തരികയാണെങ്കിൽ, അവർ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങളും പിന്തുണയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം നമുക്കെല്ലാവർക്കും ചേർന്നുകൊണ്ട് മുതലാളിത്ത അമേരിക്കയോട്
നമുക്ക് ധീരോദത്തമായി സമരം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഞങ്ങൾ ഇന്ത്യയിലും സാമ്രാജ്യത്വത്തെ ചെറുക്കാൻ, സംഘപരിവാറിനെ ചെറുക്കാൻ, വർഗീയതയെ ചെറുക്കാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കോൺഗ്രസിനേക്കാൾ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, എന്ന് ഞങ്ങൾ പിന്തുണച്ചിട്ടുമുണ്ട്. അത്തരമൊരു പിന്തുണയാണ് ജമാഅത്തെ ഇസ്ലാമി നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ അത്തരം പിന്തുണ ഇനിയും നൽകും. ഈ രാജ്യത്തൊരു സംഘപരിവാർ RSS വിജയിക്കുന്ന മണ്ഡലത്തിൽ CPM ഇപ്രവസ്തു വന്നാൽ ഞങ്ങൾ CPM-നെ പിന്തുണയ്ക്കും. CPM-നോടുള്ള ഇപ്പോഴത്തെ വിരോധം, എപ്പോഴത്തെ കോൺഗ്രസിനെ ഞങ്ങൾ ഒരു കാലഘട്ടം നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ആ നയം തുടർന്നപ്പോൾ ഞങ്ങൾ അതിനെ വിമർശിച്ചിട്ടുണ്ട്. ഇനിയും കോൺഗ്രസ് ഭരിക്കുമ്പോൾ RSS-ന് അനുകൂലമായി ഭരിച്ചാൽ ഞങ്ങൾ അന്നും വിമർശിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി RSS-നോട് ധീരമായ നിലപാടെടുത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ ഇനിയും പിന്തുണയ്ക്കും. പക്ഷെ കമ്മ്യൂണിസം എന്ന സിദ്ധാന്തം, ആശയപരം അന്നും ഇന്നും ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർ ആരും കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവില്ല. ബാക്കിയൊരു മതസംഘടന അങ്ങനെ പറയാൻ കഴിയില്ല, അത് വേറെ സംഗതി. അതേസമയം ഇപ്പോൾ CPM-നെ വിമർശിക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ, SFയുടെ പുതിയ തലമുറ, കമ്മ്യൂണിസ്റ്റ് മുതിർന്ന സഖാക്കൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അവരുടെ പുതിയ കുട്ടികൾ, പുതിയ തലമുറ, പ്രിയമുള്ളവരെ, ക്യാമ്പസുകൾക്കകത്ത് ഇപ്പോൾ അവർ പ്രചരിപ്പിക്കുന്ന ഒരു ഇക്കിളി കമ്മ്യൂണിസ. നിങ്ങൾ വിചാരിക്കുന്ന വർഗരഹിത വിപ്ലവമല്ല, നിങ്ങൾ വിചാരിക്കുന്ന തൊഴിലാളി വർഗ മുദ്രാവാക്യങ്ങളില്ല. ഇപ്പോൾ ലിബറലിസം എന്ന പേരിൽ ഏതു അർത്ഥത്തിലുള്ള ഒരു സ്വാതന്ത്ര്യവാദം, ഉദാര സ്വാതന്ത്ര്യം, അതിൽ തന്നെ ലൈംഗികതയുടെ, ഉദാര ലൈംഗികതയെ കുറിച്ചുള്ള വളരെ അശ്ലീലമായ ഒരുതരം ലിബറലിസത്തിന്റെ ആഭാസ മുദ്രാവാക്യങ്ങൾ SFI കുട്ടികൾ പുതിയ തലമുറയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രേമത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, ആൺ പെൺ ബന്ധങ്ങളെ കുറിച്ച്. ഒന്നിച്ചിരിഞ്ഞാൽ എന്താ കുഴപ്പം, ഒന്ന് പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് കൈകൊടുത്ത എന്താ കുഴപ്പം, ഒരുമിച്ചിരുന്ന എന്താ കുഴപ്പം, അങ്ങനെ ആണും പെണ്ണും ഒറ്റ വേഷം ധരിപ്പിക്ക്, ഒരുമിച്ചിരിക്ക്, അങ്ങനെ ആണും പെണ്ണും തമ്മിൽ ബന്ധങ്ങൾ, ഒരുമിച്ചിരിക്കാൻ, അവർക്ക് ഒരുമിച്ച് ടൂർ പോകാൻ, അങ്ങനെ ഒരുമിച്ച് കിസ് ചെയ്യുവാൻ, അതല്ലെങ്കിൽ അങ്ങോട്ട് പ്രണയിച്ച് ജീവിക്കാൻ, മിശ്ര വിവാഹം, വലിയ മിശ്ര വിവാഹം, ഹിന്ദു മുസ്ലിം വിവാഹം കഴിക്കാൻ, ഇങ്ങനെ വിവാഹ ജീവിതം, കുടുംബജീവിതം, ഇതിനപ്പുറം ഭാര്യ-ഭർത്തൃ ബന്ധം പോലും, ആ ലൈംഗികത ഭാര്യ-ഭർത്തൃ ബന്ധത്തിന് അതീതമാകാം. അങ്ങനെ ലോകതലത്തിൽ, ആഗോളതലത്തിൽ മുതലാളിത്തത്തിന്റെ സാംസ്കാരിക ജീവിത രീതിയായ ഉദാര ലൈംഗികതയുടെ, ലിബറലിസത്തിന്റെ വൃത്തികെട്ട കാളച്ചന്തകളാക്കി ക്യാമ്പസുകളെ മാറ്റുവാനുള്ള ശ്രമം ഇന്നത്തെ തലമുറ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനത്തിലൊക്കെ അധ്വാനിക്കുന്ന, പണിയെടുക്കുന്ന കർഷകന്റെ ചിത്രമായിരിക്കും. അവർ കത്തയുടെയും, അവർ കതിരിന്റെയും, അരിവാളിന്റെയും, ചുറ്റികയുടെയും, നക്ഷത്രന്റെയും, അവർ അധ്വാനത്തിന്റെ നിറവും കടിയും ഒക്കെ ആയിരിക്കും സാധാരണ സമ്മേളനത്തിൽ കാണാറുള്ളത്. ഇപ്പോൾ കേരളവർമ്മ കോളേജിലൊക്കെ SFIയുടെ പുതിയ കുട്ടികളെ അഭിസംബോധന ചെയ്യുന്ന മുദ്രാവാക്യങ്ങൾ എന്തെന്നറിയോ നിങ്ങൾക്ക്? പ്രിയമുള്ളവരെ, സ്ത്രീ, പെണ്ണ് ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യയാകാം, നിങ്ങളുടെ സഹോദരിയാകാം, നിങ്ങളുടെ അമ്മയാകാം, നിങ്ങളുടെ പെങ്ങളാകാം, പക്ഷെ അവളൊരിക്കൽ സ്ത്രീ മാത്രമാണ്. ആണും പെണ്ണും ഒരു തുണി പോലും ഇല്ലാതെ വളരെ തുറന്ന ശാരീരിക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ചിത്രമാണ് ക്യാമ്പസുകൾക്ക് മുന്നിൽ വരച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ അത്തരം ഒരു ഉദാര ലൈംഗികതയെ കുറിച്ചുള്ള ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്യൂറിനെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. LGBTQ, ആണും കല്യാണം കഴിച്ച എന്താ കുഴപ്പം, പെണ്ണും കല്യാണം കഴിച്ച എന്താ കുഴപ്പം, ഇഷ്ടമുള്ള പെണ്ണുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന കുഴപ്പം, ലൈംഗിക കൈ കൊടുക്കുന്നത് പോലെ കൈ പരസ്യം കൊടുക്കാമെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ട് ഒരുമിച്ചിരിക്കാമെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട എന്താ കുഴപ്പം. അങ്ങനെ മനുഷ്യനെ ഏതോർത്ഥത്തിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് പോലും അതൊരു കപട സദാചാരമാണ്. സദാചാരത്തിന്റെ കപട സദാചാരം എന്നാണ് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മുടെ തലമുറകളുടെ മനസ്സുകളിലേക്ക് ഏതോ അർത്ഥത്തിൽ ഉദാര ലൈംഗികതയുടെ വൃത്തികെട്ട മുദ്രാവാക്യങ്ങൾ ചൊല്ലിക്കൊടുത്തുകൊണ്ട് നമ്മുടെ കുടുംബഘടന തകർക്കാൻ, ആൺ പെണ്ണെന്ന് തകർക്കാൻ, നമ്മുടെ കേരളത്തെ ബാങ്കോക്ക് ആക്കാൻ, കേരളത്തെ തായ്ലൻഡ് ആക്കാൻ, കേരളത്തെ തായ്വാനാക്കാൻ, കേരളത്തെ റഷ്യയാക്കാൻ. ഒരുപക്ഷെ റഷ്യ തകരുന്ന കാലഘട്ടത്തിൽ അന്ന് ദുബായിൽ പോയവർക്ക് അറിയാം, കമ്മ്യൂണിസത്തിന്റെ നീണ്ട വർഷങ്ങൾക്ക് ശേഷമുള്ള കമ്മ്യൂണിസ്റ്റ് ചെങ്കോട്ടയെ സോവിയറ്റ് യൂണിയനിൽ സ്വാതന്ത്ര്യത്തിന് പെരിസ്ട്രോയ്ക്ക് പ്രഖ്യാപിച്ചപ്പോൾ, സ്വാതന്ത്ര്യത്തെ ഗ്ലാസ്നോത്ത് പ്രഖ്യാപിച്ചപ്പോൾ, പ്രിയമുള്ളവർ, നമ്മൾ കാണുന്നത് അവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ദുബായിലേക്ക് വന്ന് മാംസക്കച്ചവടം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ്. കുടുംബ തകർന്നിരുന്നു, സാധാരണ ധാർമ്മികത തകർന്നിരുന്നു, അവിടുത്തെ ആൺപെൺ ബന്ധങ്ങളൊക്കെ അവിടെ ഉദാരമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ തലമുറയുടെ മനസ്സുകളിലേക്ക് ഉദാര ലൈംഗികതയുടെ ഇത്തരത്തിലുള്ള ഒരു അരാജക ജീവിതത്തെ കുറിച്ചുള്ള മുദ്രാവാക്യങ്ങൾ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമെല്ലാം അതിശക്തം വിമർശിക്കുന്ന പുതിയ കാരണം. ലിബറൽ ജീവിതത്തെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു. ഒരു ദത്വവിവാദം ഉണ്ടായില്ലോ, ആ ദത്വവിവാദം ഉണ്ടായപ്പോ പെൺകുട്ടി പറഞ്ഞത് എന്താ? അത് വിപ്ലവ സഖാക്കളുടെ കുടുംബ, അതുമായി ബന്ധപ്പെട്ട വേറെ രാഷ്ട്രീയമാണ്, അത് ഞങ്ങൾ വേറെ പറയാം. പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞ വർത്താനമുണ്ട്. ഒരു പെൺകുട്ടി വിവാഹമൊന്നും കഴിക്കുക, ലിവിങ് ടുഗദർ. ഇപ്പൊ പുതിയ വാക്ക് ലിവിങ്, ഒരുമിച്ച് ജീവിക്കുക.
ലിവിങ് ടുഗദർ. പാടി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ. അതാണ്, പാടി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ, മേഞ്ഞു നടക്കും മൃഗങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എന്തിനാണ് തൊട്ടില്, എന്തിനാണ് മാരേജ് ആക്ട്, എന്തിനാണ് താലി, എന്തിനാണ് പൂജാ ഭട്ടുണ്ടെങ്കിൽ ബൈക്കുണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഒത്തുകഴിഞ്ഞ് മടുത്താൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലി പിരിഞ്ഞിടാം, ഒത്തുകഴിഞ്ഞ് മടുത്താൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലി പിരിഞ്ഞിടാം. അങ്ങനെ ഒരു ഉദാര ജീവിതത്തെ കുറിച്ചുള്ള വളരെ അപകടകരമായ മുദ്രാവാക്യങ്ങൾ. ഇപ്പൊ അതിന്റെ ഫലം എന്തായി? ഇപ്പൊ എറണാകുളത്തെ ഹോട്ടൽ DJ പാർട്ടി, ഈ വിപ്ലവ കുട്ടികളൊക്കെ പോകുന്നത് പ്രിയമുള്ള ലഹരിയുടെ ലോകത്തേക്കാണ്, DJ പാർട്ടിയുടെ ലോകത്തേക്കാണ്. അവർ നൃത്തമാടുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാർ എക്സ്ചേഞ്ച് മേള. പണ്ട് ബൈക്കും കാറൊക്കെയാണ് എക്സ്ചേഞ്ച് മേള. എന്റെ ഭാര്യ ഞാൻ വേറൊരാൾക്ക്, വേറൊരാളുടെ ഭാര്യ എനിക്ക്, ഇങ്ങനെ ഭാര്യമാരെ പരസ്പരം കൈമാറുന്ന സ്വഭാവത്തിലുള്ള പാശ്ചാത്യന്റെ രതിവൈകൃത സംസ്കാരം അവന്റെ മുതലാളിത്തത്തിന് ജീർണതയുടെ കുപ്പത്തൊട്ടിൽ വലിച്ചെറിഞ്ഞ അവന്റെ സാംസ്കാരിക മാലിന്യങ്ങൾ, അവന്റെ സാംസ്കാരികമായ ചട്ടികൾ, അത് നമ്മുടെ തലമുറയുടെ തലച്ചോറിലേക്ക് ഏതോ വിപ്ലവകരമായി കുത്തിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വരെ ഉദാര ലൈംഗിക LGBT ആണും പെണ്ണും പെണ്ണും ബൈസെക്ഷൽ ഇഷ്ടമുള്ളതാണ്, ഇഷ്ടമുള്ള പെണ്ണുമായി ബന്ധപ്പെടാം, അതിനെക്കുറിച്ചൊക്കെ വലിയ വർത്തമാനങ്ങൾ പറയാൻ. പരസ്ത്രീ ബന്ധം എന്തിനു വിമർശിക്കണം? ഇഷ്ടമുള്ളതാണ്, ഇഷ്ടമുള്ള പെണ്ണിന് ഓരോരുത്തർക്കും അവനവന്റെ സ്വാതന്ത്ര്യമുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാം, ആരും എന്നെ ചോദ്യം ചെയ്യരുത്. ഒരു മതം ഇടപെടരുത്, അത് കുടുംബം ഇടപെടരുത്, ഒരു കുടുംബം ഇടപെടരുത്, മാതാപിതാക്കൾ ഇടപെടരുത്, മക്കൾ എന്റെ വിവാഹം പോലെ എന്റെ ഇഷ്ടംമാര്, ഇഷ്ടമുള്ള ആണും ഇഷ്ടമുള്ള പെണ്ണും, ഇങ്ങനെ തുടങ്ങുന്ന സ്വാതന്ത്ര്യ ബോധം. മനുഷ്യൻ അങ്ങനെ സ്വാതന്ത്ര്യമല്ല യഥാർത്ഥത്തിൽ. മനുഷ്യന് വേണ്ടത് പ്രിയമുള്ളവരെ നിയന്ത്രണമാണ്. മനുഷ്യന് വേണ്ടത് യഥാർത്ഥത്തിൽ സാമൂഹിക നിയന്ത്രണമാണ്. അതിനടയാളങ്ങളാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ ഉദാര ലൈംഗിക സംസ്കാരത്തിന്റെ കമ്പോളത്തിലേക്ക് പുതിയ തലമുറകളെ വളരെ അപകടകരമായി ക്ഷണിക്കുന്നതിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവരെ ഇത്തരത്തിലുള്ള സാംസ്കാരികമായ ഈ ലിബറലിസത്തിന്റെ ഈ സംസ്കാരത്തെ അതിനിശ്ചിതമായി വിമർശിക്കുവാൻ ഇപ്പോൾ ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അപകടം അവർ തന്നെ, നമ്മളെല്ലാവരും അനുഭവിക്കും. നമ്മുടെ തലമുറകളൊക്കെ ജീവിക്കുന്ന ഇത്തരം ലോകത്താണ്. അതുകൊണ്ട് അവർക്ക് ഇത്ര ഉദാര ജീവിതത്തിന്റെ കപട മുദ്രാവാക്യങ്ങളിലൂടെ അവർ ഏതോർത്ഥത്തിൽ അപകടത്തിന്റെ കുഴിയിലേക്ക് ആ പെൺകുട്ടി പറഞ്ഞത് എന്തെന്നറിയോ? വിവാഹം കഴിക്കാതെ ഒരു പെൺകുട്ടി ഗർഭിണിയാകാൻ പാടില്ല, അല്ലെങ്കിൽ പ്രസവിക്കാൻ പാടില്ല. അങ്ങനെ വിവാഹരഹിതമായി കുടുംബമില്ലാതെ ഭാര്യ ഭർത്തൃ ബന്ധമില്ലാതെ ഒരു പെണ്ണ് ഗർഭിണിയെ പ്രസവിച്ചാൽ അതെന്തോ അപകടമാണെന്ന് വിശ്വസിക്കുന്ന കപട സദാചാരം. അതാ കപട സദാചാരം. ഈ അർത്ഥത്തിൽ നമ്മുടെ തലമുറകളെ സാംസ്കാരികമായി ശണ്ഡീകരിക്കുന്ന മുദ്രാവാക്യങ്ങളെ ജമാഅത്ത് ഇസ്ലാമി അതിശക്തമായി വിമർശിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാം എന്ന ആദർശത്തെ, ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തെ, വിശുദ്ധ ഖുർആനെ, പ്രവാചക ജീവിതത്തെ ഈ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വെക്കുക. നിങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിക്കണം, നിങ്ങൾ ഖുർആനെ പറ്റി പഠിക്കണം. നിങ്ങൾ വിചാരിക്കുന്ന ഒരു ഭീകര പ്രത്യയശാസ്ത്രമല്ലത്. ഇതിൽ തീവ്രവാദമില്ല, ഇതിൽ മദ്യം പാടില്ല എന്നതാണ്, വ്യഭിചാരം പാടില്ല എന്നതാണ്, ചൂതാട്ടം പാടില്ല എന്നതാണ്, അഴിമതി പാടില്ല എന്നതാണ്, കൈക്കൂലി പാടില്ല എന്നതാണ്, അശ്ലീലത പാടില്ല എന്നതാണ് ഇസ്ലാം. പ്രകൃതിയെ നിങ്ങൾ സ്നേഹിക്കണമെന്നതാണ് ഇസ്ലാം. നിങ്ങൾ മൃഗങ്ങളെയും സസ്യലതാദികളെയും സ്നേഹിക്കണമെന്നതാണ് ഇസ്ലാം. ഒരു പൂച്ച കുഞ്ഞിന് പോലും വെള്ളം കൊടുക്കാതിരുന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല എന്നതാണ് ഇസ്ലാം. വിശന്നു പറഞ്ഞ പട്ടിക്കുട്ടിക്ക് വെള്ളം കൊടുത്താൽ സ്വർഗത്തിൽ പോയ കഥ പറഞ്ഞ മതമാണ് ഇസ്ലാം. അനാഥകളെയും അഗതികളെയും ചേർത്ത് നിർത്ത മതമാണ് ഇസ്ലാം. വിധവകളെ ജീവിക്കാൻ അനുവദിച്ച മതമാണ് ഇസ്ലാം. കുടുംബ ജീവിതത്തിൽ വലിയ നിയമങ്ങൾ കൊടുത്ത മതമാണ് ഇസ്ലാം. ഇസ്ലാം അത് മൂല്യങ്ങളാണ്. ഇസ്ലാം ധാർമ്മിക അധ്യാപനങ്ങളാണ്. ആ ഇസ്ലാമിനെ കുറിച്ച് ഇന്ന് പ്രവാചകൻ മദ്യപാനിയാണെന്ന് പ്രസംഗിച്ച് നടക്കുകയാണ്, പ്രവാചകൻ വ്യഭിചാരിയാണെന്ന് പ്രസംഗിച്ച് നടക്കുകയാണ്. പ്രിയമുള്ള പ്രവാചകനെ പറ്റി പഠിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? വിശുദ്ധ ഖുർആൻ നിങ്ങൾ വായിക്കാൻ തയ്യാറുണ്ടോ? ഇസ്ലാമിക ചരിത്രം നിങ്ങൾ വായിക്കാൻ തയ്യാറുണ്ടോ? ഇസ്ലാമിക ശരീഅത്തിനെ നിങ്ങൾ പഠിക്കാൻ തയ്യാറുണ്ടോ? ഇസ്ലാം എന്ന് വിമർശിക്കപ്പെടാൻ കാരണം ഇസ്ലാം മാത്രമാണ് ഇന്ന് അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത ഒരേ ഒരു മതം. സാമ്രാജ്യത്തിന് വഴങ്ങിക്കൊടുക്കാത്ത, സിയോണിസത്തിന് കീഴടങ്ങാത്ത, RSSന് തിട്ടൂരങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു വിഭാഗം ഇസ്ലാമിക സമൂഹമാണ്, ഇസ്ലാമിക പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രത്തിനാണ് ഇന്ന് ലോകത്തെ അഭിമുഖീകരിക്കാനും ലോകത്തിന്റെ സാമ്പത്തികമായ പ്രതിസന്ധികൾ, രാഷ്ട്രീയമായ പ്രതിസന്ധികൾ, സാംസ്കാരികമായ ഇത്തരം മലിനീകരണങ്ങൾ, ഇത്ര പ്രകൃതിപരമായ ദുരന്തങ്ങൾ എല്ലാത്തിനെയും അഭിമുഖീകരിക്കാനും എല്ലാത്തിനും അതിജീവിക്കാനും ശേഷിയുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്നു, ആ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നു എന്നതാണ് ജമാഅത്ത് ഇസ്ലാമിക്കുള്ള കുറ്റം. പലപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയുടെ മറവില, എല്ലാ ജമാഅത്ത് ഇസ്ലാമിയുടെ മറവില പലരും പറയാം. ഇപ്പൊ നമ്മുടെ സഖാക്കളൊക്കെ ചിലപ്പോൾ പ്രസംഗിക്കുമ്പോ മൗദൂദിന് മുർത്തദ് ക ശസ വായിച്ചിട്ടില്ലേ, മൗദൂദിയുടെ ജിസിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്, മൗദൂദിയുടെ അഹമ്മദികളെ കുറിച്ചുള്ള കാദ്യാനികളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്,
ഇതൊക്കെ പറഞ്ഞാൽ ആളുകൾ വിചാരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് മുർത്തദിന്റെ വിഷയത്തിലും കാദിയാനികളുടെ വിഷയത്തിലും ജിസിയയുടെ വിഷയത്തിലും ദിമ്മികളുടെ വിഷയത്തിലൊക്കെ എന്തോ പ്രത്യേക വാദമുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പ്രിയമുള്ളവരെ സാധാരണ മുസ്ലിങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമിനെ മറപിടിക്കുകയാണ്. മുർത്തദിന്റെ വിഷയത്തിലും ദിമ്മികളുടെ വിഷയത്തിലും അതുപോലെ ജിസിയയുടെ വിഷയത്തിലും കാദിയാനികളുടെ വിഷയത്തിലും ജമാഅത്ത് ഇസ്ലാമിക്കും സുന്നികൾക്കും സലഫികൾക്കും ഒറ്റ കാഴ്ചപ്പാടല്ലോ, എല്ലാവർക്കും ഒറ്റ കാഴ്ചപ്പാടല്ലോ. പക്ഷെ എന്തിനാ ജമാഅത്ത് ഇസ്ലാമിനെ മാത്രം പറയുന്നത്? ജമാഅത്ത് ഇസ്ലാമിനെ പറഞ്ഞ് സാക്ഷാൽ ഇസ്ലാമിനെ തന്നെ കല്ലെറിയാനാണ് പലപ്പോഴും ഇത്തരം ആളുകൾ ശ്രമിക്കുന്നത്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കാനുള്ള കാരണം ജമാഅത്ത് ഇസ്ലാം ഒരു ചെറിയ പ്രസ്ഥാനം, വലിയ പ്രസ്ഥാനമൊന്നുമല്ല. ഇന്നും സമാധാനത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഞങ്ങൾ. ഇന്നും ഒരു മനുഷ്യനെ കൊല്ലുവാൻ, ഒരു മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ കൈകളിൽ ഇല്ലട്ടോ. ഈ രാജ്യത്ത് കലാപം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലട്ടോ. ഒരു ബോംബ് കേസിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ പ്രതികളല്ലട്ടോ. നമ്മൾ തിരുവനന്തപുരം പാറശാല മുതൽ കാസർഗോഡ് ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ, കർണാടകയുടെ അതിർത്തിയിൽ പോലീസ് സ്റ്റേഷൻ വരെ ചെന്ന് ചോദിക്കുക, ഈ പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ പട്ടികയിൽ, ക്രിമിനൽ കേസിൽ, FIR-ൽ ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ഞാൻ പറയുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ സമാധാന പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രസ്ഥാനം ജമാഅത്ത് ഇസ്ലാമിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സമാധാന പ്രസ്ഥാനം, ഏറ്റവും വലിയ കാരുണ്യ പ്രസ്ഥാനം, മനുഷ്യ സ്നേഹികളുടെ പ്രസ്ഥാനം, ഈ നാടിന്റെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം, ഈ നാടുമായി ബന്ധപ്പെട്ട സത്യസന്ധമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം, അതാണ് ജമാഅത്ത് ഇസ്ലാമി. ഒരു ചെറിയ പ്രസ്ഥാനമാണ്. നിങ്ങൾക്കറിയുമോ, നിലമ്പൂരിന്റെ മണ്ണിൽ, അതുപോലെ വയനാടിന്റെ മണ്ണിൽ പ്രളയമുണ്ടായപ്പോൾ, ആ പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടപ്പോൾ, മനുഷ്യ ശരീരങ്ങൾ അവിടെ ജഡങ്ങൾ കുന്നുകൂടിയപ്പോൾ 18 ദിവസം JCB-യുടെ കൂടെ, പൊക്കിളിന്റെ കൂടെ 18 ദിവസം യന്ത്രം പോലെ ഉറച്ചു നിന്ന പ്രസ്ഥാന ജമാഅത്ത് ഇസ്ലാമി. അതിന്റെ പ്രവർത്തനം ഈ കേരളത്തിന്റെ മണ്ണില് ഏത് ഉരുൾപൊട്ടലുണ്ടാകുമ്പോഴും, ഏത് പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോഴും, ഏത് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും ഏറ്റവും കൂടുതൽ സ്നേഹപ്രവർത്തനം ചെയ്തത് ആരാണ്? ഏറ്റവും കൂടുതൽ കാരുണ്യ പ്രവർത്തനം നേതൃത്വം കൊടുത്തത് ആരാണ്? ഇന്നും ഞങ്ങൾ പ്രിയമുള്ളവരെ പ്രളയത്തിന് ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഇന്ന് നിലമ്പൂരില്, വണ്ടൂരില്, അതുപോലെ തന്നെ രണ്ടത്താണിയില്, അതുപോലെ തന്നെ നിലമ്പൂരില്, അതുപോലെ തന്നെ വയനാടില്, പനമരത്ത്, അതുപോലെ എത്രയോ സ്ഥലങ്ങളിൽ നൂറുകണക്കിന് വീടുകൾ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ കേരളത്തിൽ ഏറ്റവും ഈരാറ്റപ്പെട്ട കൊക്കയാറ്, മുണ്ടക്കയത്ത് ഉരുൾപൊട്ടിയ മണ്ണിൽ പോലും ഏറ്റവും കൂടുതൽ ജനസ്നേഹ ജനസേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രസ്ഥാനം IRW എന്ന 3 അക്ഷരമാണ്. ഞാൻ പറയുന്നത്, ഏത് ഭീകര പ്രവർത്തനമാണ് ജമാഅത്ത് ഇസ്ലാമി ചെയ്തിട്ടുള്ളത്? ഒരു മനുഷ്യൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു കോൺഗ്രസുകാരൻ, ഒരു മുസ്ലിം ലീഗുകാരൻ, ഒരു BJP-കാരൻ ഒരാളുടെയും കുറുവടിയുടെ, മുറുവടിയുടെ, മുളവടിയുടെ, മുളകുവടിയുടെ, സൈക്കിൾ ചെയിന്റെ വെട്ടും കുത്തും കൊലയുടെ വെട്ട്, തിരിച്ചുവെട്ട്, കൊല്ല, തിരിച്ചുകൊല്ലൽ, ഇങ്ങനെ 51 വെട്ട് ഞങ്ങൾ ആരെയും വെട്ടിയിട്ടില്ല. ഒരു അധ്യാപകന്റെ മുന്നിലിട്ട് ഒരു വിദ്യാർത്ഥിയെ കൊന്നിട്ടില്ല. ഒരു അമ്മയുടെ മുന്നിലിട്ട് ഒരു കുഞ്ഞിനെ കൊന്നിട്ടില്ല. ഒരു ഭാര്യയുടെ മുമ്പിലിട്ട് ഭർത്താവിനെ കൊന്നിട്ടില്ല. അങ്ങനെ കൊലപാതക രാഷ്ട്രീയത്തെ, അതുപോലെ മനുഷ്യനെ വെട്ടും കുത്തുന്ന രാഷ്ട്രീയത്തെ ജമാഅത്ത് ഇസ്ലാമി സപ്പോർട്ട് ചെയ്തിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ അതിൽ ഭാഗവാക്കായിട്ടില്ല. മുസ്ലിം സമുദായത്തിൽ പോലും അങ്ങനെ ചിന്തിക്കുന്നവരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുള്ളത് മാത്രമല്ല, ഞങ്ങൾ ഒരു വിമർശിക്കാറേ ഉള്ളൂ. ഇങ്ങനെ സമാധാനത്തിന്റെ ഏറ്റവും വരെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി. ആ പ്രസ്ഥാനത്തെ നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട്, നിങ്ങൾ ഭീകരവാദി, തീവ്രവാദി വിളിച്ചുകൊണ്ട് അതുവഴി നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ടതുമില്ല. ജമാഅത്ത് ഇസ്ലാമി സത്യസന്ധതയുടെ വഴിയിലൂടെ ധീരമായി ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ അർത്ഥത്തിൽ ആദർശ മാർഗത്തിൽ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തന മാർഗത്തിൽ എല്ലാവിധ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെ ജമാഅത്ത് ഇസ്ലാമിയെ നിങ്ങൾ അറിയാൻ ശ്രമിക്കണം, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. ഇസ്ലാമിനെ നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണം. ഇസ്ലാമിന്റെ ദർശനത്തെ, ഇസ്ലാമിക മൂല്യങ്ങളെ രാജ്യത്തെ ജനങ്ങളിൽ പഠിപ്പിക്കണം, പ്രബോധനം ചെയ്യണം, പ്രചരണം ചെയ്യണം. ഇതാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ദൗത്യം. ഈ അർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമോഫോബിയ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ സംവാദത്തിലൂടെ, ഇസ്ലാമിന്റെ സൗഹാർദ്ദത്തിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക, പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ദൗത്യം നിർവഹിക്കുവാനാണ് ഇത്ര വിപുലമായ ഒരു ക്യാമ്പയിൻ ജമാഅത്ത് ഇസ്ലാമി കഴിഞ്ഞ 2 മാസത്തോളമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമ്പയിൻ കാലയളവ് ഔദ്യോഗികമായി കഴിഞ്ഞെങ്കിലും ഈ ക്യാമ്പയിൻ തുടർന്നുകൊണ്ടിരിക്കാൻ കാരണം ഇസ്ലാമോഫോബിയ ഈ കേരളത്തിലെ മണ്ണിലും, ഇന്ത്യയുടെ മണ്ണിലും, ലോകത്തിലെ മണ്ണിലും, അന്തരീക്ഷത്തിൽ, ആകാശത്തും ഭൂമിയിലും, മണ്ണിലും, മിണ്ണിലും, പുഴയിലും, തോട്ടിലും എല്ലാം തന്നെ ഇസ്ലാം വെറുപ്പ്, മുസ്ലിം വെറുപ്പ് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തു നിന്നും എൻഡോസൾഫൻ അടിച്ചു എൻഡോസൾഫൻ കാസർഗോഡ് മണ്ണിൽ അടിച്ചതുപോലെ ആകാശത്തും ഭൂമിയിലും എല്ലാം തന്നെ ഇസ്ലാമോഫോബിയുടെ എൻഡോസൾഫൻ അടിച്ച് വിഷം തളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രചരിപ്പിക്കുന്ന RSS-നെ പോലെ, ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഈ ക്രിമിനൽ സംഘങ്ങളെ പോലെ, ഈ രാജ്യത്തെ വർഗീയ പ്രസ്ഥാനങ്ങളെ പോലെ, തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പോലെ, ഭീകരവാദ പ്രസ്ഥാനങ്ങളെ പോലെ മനുഷ്യനെ കൊല്ലുകയും മനുഷ്യനെ
മനുഷ്യരെ നശിപ്പിക്കുകയും കലാപങ്ങൾ ഉണ്ടാക്കുകയും അതിലൂടെ ജീവിക്കുന്ന ഇത്തരം ജീവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യന്റെ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സമഭാവനയുടെയും സമത്വത്തിന്റെയും പ്രവർത്തനങ്ങളിലൂടെ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന ഇസ്ലാമിക പ്രസ്ഥാനം അതിനറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാനും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും ശ്രമിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കൃത്യമായ സത്യസന്ധമായ ആവേശോജ്ജലമായ വിപ്ലവകരമായ ആയിരം അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.